third-years. Let me extend a warm welcome to all of you to the second term of the current academic year. I am sure you have had a meaningful and fruitful vacation with your parents and kin back at home. Good Shepherd International School, your home away from home, looks forward to nurturing you into responsible global citizens who would be of effective and human service to mankind. This would be in whichever career that is suited to your ability and inclination. Your alma mater provides you with a variety of facilities and opportunities, be it in academic, co-curricular activities, or sports and games. Your all-round development is our endeavor. Always maintain this holistic approach in your efforts. Your teachers, who are your parents here, are available at all the times to show you how to fly high. Proper preparation prevents poor performance. You are our school's ambassador. Marie? Marie? I am sure Ini Marie? to bring in success and honor to your school, but also സോറി, ഒരു അവ്വാനകില കണ്ടതെന്ന് പോയതാ സാറേ ഞാൻ. എന്ത്? അവ്വാനകില? നിന്റെ അവാനകില ഇന്നത്തോടെ തെറിക്കും ഇങ്ങനെ സ്വപ്നം കണ്ടാല്. ഒരു സ്വപ്നമൊക്കെ ഏത് മരിയും കാണൂലേ സാറേ? ആ കണ്ടോ, ഇവിടെ വെച്ചായ നന്നായി. വല്ല നട റോഡിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നല്ല തമിഴിലോരും ചാവും. ഓടി upon each one of you to fulfill your dreams and to successfully achieve your goals. Thank you. Hey Maria, last year കണ്ടതിലും you look more pretty. എന്തോ ദേ ചെക്ക, ഇതൊക്കെ അമേരിക്കയിലെ നിന്റെ തുണി കൊടുക്കാത്ത മതന്മാരോട് മതി. എന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ ന്യൂഡിൽസിൽ വിമ്മ് കളിക്ക് തെരഞ്ഞ്. ആ, അല്ലെങ്കിൽ കുര്യാക്കോ സാറിനോട് ചോദിച്ചു നോക്ക്. എന്താ ഓർമ്മയില്ലേ സാറേ അന്നത്തെ അവ്വാനകില ഓടി ഓട്ടം? ഓ, ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെ വന്ന കാലം മുതൽ അറിയണതാ ഇവളുടെ അപ്പനെ. ആ സ്നേഹം വെച്ച് പറഞ്ഞപ്പോ ഇവക്ക് ഇവിടെ ഈ ജോലി ശരിയാക്കി കൊടുത്തു. ഒരു മാസം തികയുന്നതിന് മുമ്പ് അതിന് ഇവൾ എനിക്ക് തന്ന സമ്മാനം, സ്കൂളിന് കക്കുസിലായിട്ട് വാലിന് തീ പിടിച്ച ഓട്ടം, അത് ഞാൻ മറക്കോ മോളെ? എന്നെ ആവശ്യമില്ലാതെ വഴക്കു പറഞ്ഞിട്ടല്ലേ വിമ്മ ഉദ്ദേശിച്ചത്. കൈ കിട്ടിയത് ഹാർപ്പിക്കായി പോയി. ഓ എന്റെ ഈശോയെ, ഹാർപ്പിക്ക ഈ സീറ്റിൽ നടന്മാര് ക്ലോസറ്റിൽ വയ്ക്കുന്ന സാധനം. ഓ ഈശോയെ. ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ. ഗുഡ് ആഫ്റ്റർനൂൺ. സിസ്റ്റർ കുറച്ച് വൈകിയോ? വൈകി. കുര്യാക്കോ സാറിന് സിസ്റ്ററിനോട് എന്തോ പറയണോന്ന്. ഈ നെടുവീർപ്പിന്റെ വില നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മക്കളെ, മനസ്സിലാവില്ല. സ്വന്തം തന്തേനെ വരെ വെറുതെ വിടാത്ത ഈ മലയാളത്തിന്റെ കളിയാക്കണത് എനിക്ക് മനസ്സിലാവും. പക്ഷേ മക്കളെ, ചൈനയിൽ കൊറിയൊന്നൊക്കെ നിങ്ങളുടെ മാതാപിതാക്കന്മാര് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വിടുന്നത് ആശാന്റെ അണ്ടർവെയർ പിടിച്ച് വലിക്കാനല്ല. നിങ്ങളെ മലയാളത്തിന്റെ കൊടുക്കളി. Okay da. Bye. Bye Felix. See ya. Hey, come on, pass. Hey guys. Your star striker Felix Joseph is here. Give me a big clap. Okay, Felix. Thank you guys. Rohan, നീ എപ്പോ ലാൻഡ് ചെയ്തു?
In the morning. Straight from New York. യാ നീ From Germany to Goa. 1 week അടിച്ച് പൊളിച്ച്. നിന്റെ എല്ലാം ഭാഗ്യടാ. മമ്മി എന്നെ ഇവിടെ 3 ദിവസം മുമ്പ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. അതെ കോശി മാത്യു പുൽക്കാട്ടിലെ കയ്യിലിരിപ്പിന്റെ ഗുണ. മമ്മിക്ക് പുതിയ ഹസ്ബൻഡ് കൂടെ ഹണിമൂണിന് പോവാനാ. ഫെലിക്സ് നീ ഇറങ്ങല്ലേ? ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡ്രസ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാടാ. ഹായ്. ചേട്ടനോട് ഞാൻ ഇപ്പൊ ചോദിച്ചു രാഹുൽ എവിടെയെന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? 2 തെറി കേട്ടു അത്ര. വന്ന പാടെ മെസ്സോളം വെച്ചൊന്ന് കെട്ടി രാഹുലിന് ടൊമാറ്റോ കൊണ്ട് കയറി. ഇങ്ങനെയുണ്ട് ഒരു ചേട്ടൻ. പാവം എന്റെ രാഹുൽ. എങ്ങനെയുണ്ടായിരുന്നു സാമിന്റെ വെക്കേഷൻ? ഹോ എനിക്ക് എന്ത് വെക്കേഷൻ. ഞാനിവിടെ ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾക്കല്ലേ അതൊക്കെ. എങ്ങനെ അടിച്ചു പൊളിച്ചോ? എന്തൊരു കള്ളച്ചിരി. പറയട്ടെ? വേണ്ട. പറ പറ. ഇവന്റെ അടുത്ത വീട്ടിലെ മതാമ കൊച്ചിനെ ഈ ചെക്കനോട് ഒരു റൊമാൻസ്. വാലന്റൈൻസ് ഡേക്ക് നിറച്ച് ഗിഫ്റ്റ് കൊടുത്തത്രേ. പിന്നെ ഒരു കിസ്. എന്റെ അമ്മോ. ഓ ചെക്കൻ്റെ ഒരു നാണം. Hey boys, what's happening here? Hey Sam, തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ സ്റ്റുഡൻസുമായി ഇങ്ങനെ മിങ്കിൾ ചെയ്തതെന്ന്? താൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ഒന്നും അല്ലല്ലോ. യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട് സ്റ്റാഫ്. അത് മറക്കണ്ട. സോറി മാം. ആ ഗോ പോയി തന്റെ പണി ചെയ്. എവരിബഡി ഗോ ടു യുവർ ഡോമിറ്ററീസ്, ഓക്കെ? ആ One minute. Hi Neetu. Hi. Hi, boys. ഹായ് സർ. Hey, Rohan. Come on. Kick the ball. ഓക്കെ സർ. അങ്കിളിന്റെ ആളെത്തി. നേരെ ക്വാർട്ടേഴ്സിലേക്ക് വാ. വിശേഷങ്ങളൊക്കെ അവിടെ വന്നിട്ട്. ഐറ്റംസ് ഒരുപാടുണ്ട് ഇടുക്കിയില്. മണിമലയിലെ തോട്ടം മുഴുവൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. തിന്നു തീർക്കാൻ തന്റെ ഹെൽപ്പ് കൂടി വേണ്ടി വരും. വേഗം വാ. ഞാനിതാ വരാം സാർ. ഇനിയിപ്പൊ നാളെ മുതൽ തുടങ്ങണ്ടേ പിള്ളേരുമായിട്ടുള്ള ഗുസ്തി പിടുത്തം? 2 മാസം എന്നെ സുഖായിരുന്നു. മണിമലയിലെ ഇടിയും മഴയും തോന്നുമ്പോ തിന്നാൻ ചക്കയും മാങ്ങയും കപ്പയും കാച്ചിലും ചേനയും എല്ലാം തിന്നു മതിയായില്ല. അതിന് 6 മാസത്തേക്കുള്ളത് കൂടി നീ കെട്ടിപ്പറക്കി കൊണ്ടുവന്നിട്ടില്ലേ? 6 മാസോ? ഇതിപ്പോ 4 ദിവസം കൊണ്ട് ഞങ്ങൾ തിന്നു തീർക്കത്തില്ലേ അല്ലേ സാം? പിന്നെ ഹായ് എന്തൊരു മണ ഇതിന്. തേൻ വരിക്കയാ. ഒരു കൈ നോക്കിയാലോ? ഓ ഇനി മതിയാക്ക്. വല്ല വയറിളക്കവും പിടിക്കും. അതിനെന്താ, സാമിനെ കഴിക്കാലോ. ആ മമ്മി, ഞങ്ങളിതേ വന്ന് കേറിയതേ ഉള്ളൂ. കോൾഡ് ഒക്കെ പോയി. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ നൗ. അങ്കിളും ആന്റിയും സാമിനോട് കത്തി വെച്ചോണ്ടിരിക്കുക. സാമിനെ ഓർമ്മയില്ലേ മമ്മിക്ക്? ലാസ്റ്റ് ടൈം വന്നപ്പോ കണ്ടില്ലേ? ആ അത് തന്നെ കക്ഷി. ഡാഡി എവിടെ? ഓ തിരക്ക്. ഖത്തറിലെ ഷേക്കല്ലേ. ആകെ ഉള്ളൊരു മോളാ. ഊട്ടി പഠിക്കാൻ വിട്ടിട്ട് വരാൻ നേരമില്ല. ഒന്ന് വിളിക്കാനേലും നേരം ഉണ്ടാക്കാൻ പറ. ശരി മമ്മി, ഞാൻ കൊടുക്കാം. അങ്കിൾ സാം, 1 minute. ഹലോ. ആ ചേച്ചി. ഓ സുഖം. ഓക്കെ ശരി ചേച്ചി. ഞങ്ങളില്ലേ ഇവിടെ. ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിച്ചതാ സാമിന് വേണ്ടിട്ട്. ഇതാ എന്റെ സെലക്ഷനാ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇതെനിക്കൊരാള് ഗിഫ്റ്റ് തന്നാ.
നിനക്ക് ഗിഫ്റ്റ് വാങ്ങി തരാനും കൊണ്ടു നടക്കാനും ഒക്കെ നിറയെ ആൾക്കാരുണ്ടല്ലോ അവിടെ. ഞങ്ങളൊക്കെ പാവങ്ങളാണേ. അല്ലെങ്കിൽ ഞാൻ അല്പം ചെത്തി നടക്കണതില് നിനക്ക് എപ്പോഴും ഉള്ളത് അസൂയ. ആഹാ, ഇയാൾ ആര്? ഇവിടുത്തെ ഷാറൂഖ് ഖാനാ? അതുപോട്ടെ, ആരുടെ വകയത്? ഊഹിക്ക്. അതപ്പോഴേ ഊഹിച്ച്. എനിക്ക് മാച്ചാ. കോട്ടോ കോട്ട് തന്ന ആളോ? ദേ മറിയ, വെറുതെ കഥ ഉണ്ടാക്കല്ലേ. ജീവിച്ചു പോയിക്കോട്ടെ ഞാൻ. ഇങ്ങനൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചാ മതി. അതാ തടിക്കും നല്ലത്. അല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഈ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ സാറിന്. ഞാൻ ജോണങ്ങളുടെ വീട്ടിൽ പോയി. അത് ശരി. എന്നിട്ട് അന്നമ്മ ചേട്ടത്തി എന്നാ തന്നു? താറാവ് പൊരിച്ചു, ചിക്കൻ സ്റ്റൂ, ബീഫ് വളർത്തിയത്. പിന്നെ ബീഫ് വളർത്തി. എന്റെ അമ്മച്ചി തന്നെ ആന്ന് ഈ അന്നമ്മ ചേട്ടത്തി. അത് മാത്രമാണ് അവർക്ക് യോഗ്യത കുറവ്. അതെ, നിന്നോട് സമയം കിട്ടുമ്പോ ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട്. അതെങ്ങനെയാ? സൺഡേ അല്ലേ ഇവിടുത്തെ ലീവ്? നിന്നെ പോലെ തോന്നുമ്പേക്ക് വരാനും പോവാനും എനിക്ക് പറ്റുമോ? തിന്നു. കൊടുക്ക്, ചോക്ലേറ്റ് കൊടുക്ക്. ഇടക്കിടക്ക് ചോക്ലേറ്റ് കൊടുക്കലും ചുറ്റിക്കറങ്ങലും കർത്താവ് കൃത്യമായിട്ട് എന്റെ കണ്ണിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്താ രണ്ടുപേരും ഉദ്ദേശം? എന്ത് എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? എന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ നിനക്ക് പിന്നീട് ക്ലാസ് എടുക്കാം. രണ്ടെണ്ണത്തിനൂടെ പണി തരപ്പെടുത്തിയ ആളെന്ന ബഹുമാനമൊന്നും രണ്ടാളും എനിക്ക് തരുന്നില്ല. വേണ്ട, പോട്ടെ. ഞാൻ ഇവിടുത്തെ ആരാന്നാ ചോദിച്ചത്? സാറിന് അറിയില്ലേ? നിന്നെ പോലത്തെ 10-200 നിരക്ക് നിർത്തുന്ന എന്നെ ബഹുമാനിക്കാത്ത ഓരോരുത്തർ നീയാ ഇവിടെ. നിന്റെ അപ്പൻ എന്റെ ഒരു പഴയ പരിചയക്കാരനായതുകൊണ്ട് അത് ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കൂല. കുര്യാക്കോ സാറിന് അസൂയ സാമേ. എന്തിന്? ഞങ്ങളുടെ റൊമാൻസില്. ഒമ്പടാ, അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. സാറിന്റെ പ്രേമം ചീറ്റി പോയിന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവോ? രണ്ടുപേരെ പണിയങ്ങളെയും ചൂടാവല്ലേ സാറേ? നിന്റെ ഇവന്റെ കാര്യത്തിൽ ചൂടാവാൻ അവകാശമുള്ളതാ. ഇവിടെ നിന്ന് തറ ഡയലോഗ് അടിച്ച് സാറിന്റെ വില കളയല്ലേ? കണ്ടോ സാമേ, സൂസന സിസ്റ്ററിന്റെ പേര് പറഞ്ഞ അപ്പൊ കുര്യാക്കോ സാർ നടുവേർപ്പെടും. വേണ്ട, എല്ലാം കൂടി ചേർത്ത് നിനക്ക് ശരിക്ക് തരുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും എന്തൊട്ട് പാക്കിയേ? നെടുവീർപ്പെട്ടോ? അതുകൊണ്ടാ അതാ ഞാൻ ഇവിടെ. നിനക്കൊക്കെ പണി വാങ്ങിച്ചു തന്നാ എനിക്കിട്ട് തന്നെ തരണേ പണി. അല്ല, നീ എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ റൊമാൻസ് ആണോ? കിടക്കട്ടടിച്ചേക്ക അങ്ങനെ ഒരു നമ്പർ. അതുകൊണ്ട് കുര്യാക്കോ സാറിന്റെ ഉറക്കം പോയി കിട്ടൂലോ. ഓക്കേ, വെയിറ്റ് ചെയ്യ്, ഞാൻ ട്രൈ ചെയ്യട്ടെ. Sam! Sam, നീ എനിക്ക് ഫേവർ ചെയ്യാമോ? എന്താ? സ്കൂളിന് വെളിയിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാൾ ഒരു പാക്കറ്റ് തരും. നീ അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ? ഈ പാതിരാത്രിയിലോ? അത് അങ്കിൾ എനിക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്ന് കൊടുത്തുവിട്ട ചില ഐറ്റംസാ. അയാൾ എത്തിയപ്പോൾ ലേറ്റായി. നൈറ്റിൽ സ്റ്റുഡൻസിന് പുറത്തു പോകാൻ പാടില്ല. നിനക്ക് പ്രോബ്ലം ഇല്ലല്ലോ. ഇത് അയക്ക് കൊടുത്തേക്ക്. അയാളുടെ എക്സ്പെൻസിനാ. ഫെലിക്സ് പറഞ്ഞ ആളല്ലേ? കാശ് തരില്ലേ? ഇതെന്താ? ഫെലിക്സ് ഒന്നും പറഞ്ഞില്ലേ? അത് വേണമെങ്കിൽ ഒന്ന് പിടിപ്പിച്ചു നോക്ക്. പിന്നെ നടന്നു കൊണ്ട് വരില്ല, പറഞ്ഞാട് ചെല്ലാം. പോട്ടെ. സാധനം എവിടെ? അത് നിന്റെ കയ്യിൽ തന്നെ തന്ന അയാൾ പറഞ്ഞല്ലോ. ഞാനത് കളഞ്ഞു. കളഞ്ഞു? ഫെലിക്സ്,
സ്റ്റുഡൻസ് ഇവ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് പറയാൻ നീ ആരാണ് പ്രിൻസിപ്പള്? നമ്മുടെ $500 പോയത്. ഒരു ഫുൾ നൈറ്റ് ഇവന് വേണ്ടി ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തത്. എന്നിട്ട് ഫെലിക്സ്, ഫെലിക്സ് മതി വിട്. ചേഞ്ച്. ഫെലിക്സ്, ലാസ്റ്റ് ഇയർ നിന്നെ ഞാൻ വാൺ ചെയ്തിട്ടില്ല, ഇതൊന്നും സ്കൂൾ ക്യാമ്പസിൽ കൊണ്ടുവരരുതെന്ന്. അന്നൊന്നും ഞാൻ റിപ്പോർട്ട് ചെയ്യാറുന്നത് നീ നല്ലൊരു പ്ലെയർ ആണെന്ന് കരുതിയ. പക്ഷെ ഇതിപ്പോ നീ റോഹനെയും ഫ്രണ്ട്സിനെയും കൂടി സ്പോയിൽ ചെയ്യാ. യെസ് സർ, ഐ അഡ്മിറ്റ് ലാസ്റ്റ് ഇയർ ജസ്റ്റ് ഫോർ ഫൺ ഞാൻ ഗ്രാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനതൊക്കെ നിർത്തി. ഐ എം ക്ലീൻ നൗ. ആ സാം വെറുതെ കള്ളം പറയുക. അല്ലെങ്കിൽ അവനിത്തിരി കൂടുതലാ. ഞങ്ങൾ പ്ലേയേഴ്സിനെ വാച്ച് ചെയ്യാൻ സാർ അവനെ ഡ്യൂട്ടിക്ക് വെച്ചിരിക്കുന്ന പോലെയാ. റോഹൻ, സാം പറയാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരും എനിക്ക് നന്നായിട്ട് അറിയാം. സി, ഇനി ഇത് ആവർത്തിച്ചാൽ എത്ര വലിയ പ്ലേയേഴ്സ് ആണെങ്കിലും അയാൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. മൈൻഡ് ഇറ്റ്. ഓക്കെ ബോയ്സ്, കം ഓൺ. പിള്ളേര് വരുന്നുണ്ട്. അമ്മച്ചേ എന്താ വെച്ചാ വിളമ്പിക്കോ. വിശന്നിട്ടേ കോട്ടലേറിയാണ്. വിളമ്പി വെച്ചേക്കോടെ, വേഗം വാ. മെഴുകുതിരി കത്തിച്ചോ സാമേ? കയ്യിലുള്ള കാശിന് മുഴുവനും വാങ്ങിച്ച് കത്തിച്ചു. ഞാൻ പറഞ്ഞതാ, 1 or 2 കത്തിച്ചാ മതി, കർത്താവിന് മനസ്സിലാവും വെറുതെ കാശ് കളയാണെന്ന്. ആ കാശ് എനിക്ക് തരുവായിരുന്നെങ്കിൽ ഞാൻ ഈ റോൾഡ് ഗോൾഡ് മാറ്റി ഒറിജിനൽ ആക്കിയാണ്. ദേ, ബാക്കി എന്ത് കാര്യത്തിനും നീ വെച്ച് കണക്ക് പറഞ്ഞു. ഇതെന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിട്ടാ. സെന്റിമെന്റ്സിന് തൊട്ട് കളിക്കല്ലേ. എന്റെ പപ്പ കൊല്ലം കുറെ ആയില്ല ഇവൻ തുടങ്ങിയിട്ട്. ഇവന്റെ പപ്പയുടെയും മമ്മിയുടെയും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും മെഴുകുതിരി കത്തിക്കല്. അവന്റെ വിഷമം തീർക്കാൻ ചെയ്തോട്ടെ, അതിന് നിനക്കെന്താ? എന്നിട്ട് എന്തായി? പോയൊരു തിരിച്ചു വന്നോ? ഇങ്ങനെ ഒരു മോനി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോയൊരു ഓർക്കുന്നുണ്ടോ? നീ വെറുതെ കാത്തിരുന്നോ? ഇല്ല, വരും. എന്നെങ്കിലും ഒരു ദിവസം മമ്മിയെയും കൂട്ടിക്കൊണ്ട് എന്റെ പപ്പ വരും. വന്നത് തന്നെ. വലിയ പണക്കാരിയല്ലേ നിന്റെ മമ്മ? അവിടെ വല്ല മുകേഷ് അംബാനിയും കിട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. പിന്നെ അന്വേഷിക്കാൻ പോയ പപ്പ വാശിക്ക് അംബാനിയുടെ വേലക്കാരിയും കിട്ടിക്കാണും. മതി കളിയാക്കിയത്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേടെ ചേക്കാ. ഇതാണോടി തമാശ? അല്ലെങ്കിൽ ഇവക്ക് ഇത്തിരി കൂടുന്നുണ്ട്. പോട്ടെ സാമേ, അവള് പറഞ്ഞത് കാര്യമൊക്കെ ഉണ്ട്. നിന്റെ പപ്പ അന്ന് നിന്നെ ഇവിടെ ഏൽപ്പിച്ചു പോകുമ്പോ 1-2 ആഴ്ച എന്നേ ഞാൻ കരുതിയുള്ളൂ. നിന്നെ വേണ്ടാന്ന് വെച്ചതൊന്നും ആവൂല. നീ പ്രാർത്ഥിക്കുന്ന പോലെ എന്റെ മനസ്സും പറയണത് ഒരു ദിവസം അവര് വരുമെന്ന് തന്നെയാ. എടാ, നീ ഇങ്ങനെ ഒരു പാവായി പോയല്ലോ. അവര് തിരിച്ചു വരാൻ നിന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാനല്ലേ? അത് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സാമി വന്ന് കഴിക്കേ. ചെല്ലി കഴിക്ക്. വാട ചെക്ക. അമ്മച്ചി, മീൻകറിയില്ലേ? ഇത്ര രാവിലെ എവിടുന്ന സാമി മീൻകറി? അല്ല, ഇന്നലത്തെ. അവന് വളിച്ചതും പൊളിച്ചതും ഒക്കെ ഇഷ്ടം. അമ്മച്ചി, ആ മീൻകറി എടുത്ത് ഇവന് കൊടുത്തേക്ക്. പട്ടിക്ക് ഇനി ഫ്രഷ് ആയിട്ട് വെക്കുമ്പോ കൊടുക്കാം. പിന്നെ എടാ ചെറുക്ക, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിന്റെയൊക്കെ നാട്ടില് ഈ കിണ്ണം താഴ്ത്തിട്ടാണോ കുട്ടികൾക്ക് പേരിടുന്നത്? ആ, ഒരു കൊച്ചങ്ങാൻ ജനിച്ചു കഴിഞ്ഞാ ഒരു കിണ്ണം എടുത്ത് താഴ്ത്തിടും. ആ കിണ്ണത്തിന്റെ ശബ്ദം എന്നാണെങ്കിൽ ആ പേരിടും. അതല്ല എന്നാണെങ്കിൽ ആ പേരിടും. ആമി കറക്റ്റ്. ഞാനൊരു കിണ്ണം താഴ്ത്തിട്ട കാര്യം പറഞ്ഞോളൂ. അതിന് നീയൊക്കെ വാർപ്പും ചെമ്പും ഉരുളിയും ഓട്ടുപാത്രമൊക്കെ കൂടി താഴ്ത്തിടണോ? എല്ലാത്തിനും സമാധാനമില്ലേ? വെറുതെ അല്ല ഇന്ത്യ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായത്. ഒന്നോർക്കണം, ആ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ മാരകടാ ചീനച്ചട്ടി. സിസ്റ്റർ, where is great speeches in history? ആ റാക്കിലുണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കി, കാണുന്നില്ല. അവിടെ തന്നെ കാണും. ഒന്ന് എടുത്തു വെക്കോ സിസ്റ്റർ. ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്ന് വാങ്ങിക്കോളാം. എന്താ, എന്ത് വേണം? ഞാനിതിൽ പോയപ്പോ ഈ പുസ്തകങ്ങളിലൊക്കെ ഭംഗി കണ്ട് അങ്ങനെ നിന്ന് പോയതാ. ചില സിനിമയിലെ ലവ് സീൻ പോലെയായി അല്ലേ സുസൻ? ദേ, കുറെ നാളായി ഇത്.
ഇനി ഞാൻ പ്രിൻസിപ്പലിനടുത്ത് കംപ്ലൈന്റ് ചെയ്യും. എന്തിനാ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇനി ഞാൻ സത്യം പറയാം, ഇതിലെ വെറുതെ പോയതല്ല. ഞാൻ സൂസനെ കാണാൻ തന്നെ വന്നതാ. ഇന്നെന്റെ 10ാം ചരമവാർഷികമാണ്. സൂസൻ ഓർമ്മയുണ്ടോ? നമ്മുടെ സെമിനാരി പള്ളിയിൽ വെച്ച് സൂസന് തിരുവസ്ത്രമെടുത്ത് അണിഞ്ഞതും അതൊന്നും അറിയാതെ ഞാൻ ഈ മലമുകളിൽ എന്റെ തിരുവസ്ത്രം അഴിച്ചു കളഞ്ഞതും 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു 4-ാം തീയതിയായിരുന്നു. നിങ്ങളൊന്ന് പോണം. ഞാൻ പോകാം. അല്ലെങ്കിലും എന്നോടൊന്നും പോകാൻ മാത്രമല്ലേ സൂസൻ പറഞ്ഞിട്ടുള്ളൂ. സൂസൻ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. വേണമെങ്കിൽ 10ാം വാർഷികത്തിലും ഇനി സൂസൻ ഈ തിരുവസ്ത്രം വെച്ച് മാറ്റാവുന്നതാണ്. Get lost. Felix, give it to me. Now, give it to me. Now. Hey, Felix, I said give it to me. No. Felix. I don't want to hear any explanations. ഇതിനു മുൻപേ എക്സ്പെൽ ചെയ്യേണ്ടതാണ് ഇയാളെ. അത്രമാത്രം കംപ്ലൈന്റ്സ് ആയി ഇയാളുടെ പേരിൽ. ബട്ട് ദിസ് കാൻ ബി ടോളറേറ്റഡ്. സ്കൂൾ കോമ്പൗണ്ടിൽ ഗ്രാസ് ഉപയോഗിച്ചതും പോരാ, ഈ സാറിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അറിയാം സാർ. എന്നാലും ഫെലിക്സിന്റെ ലോക്കൽ ഗാർഡിയൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു പ്രാവശ്യം കൂടി. സോറി മിസ്റ്റർ ചാണ്ടി, വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ്. ഫെലിക്സിനെ മാത്രമല്ല, ഇവരെയും ഡിസ്മിസ് ചെയ്യുക. കൊറിയയിൽ നിന്ന് ഇവിടെ ഒന്ന് പഠിക്കുന്ന ഈ കുട്ടികൾ, ഇവരെയും ഫെലിക്സ് സ്പോയിൽ ചെയ്തു. ഹീസ് എ ബോൺ ക്രിമിനൽ. ഫുട്ബോളർ എന്ന് പറഞ്ഞ് ഇത്രയും നാളും ഈ പയ്യനെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരുന്ന ഇയാളാ. ഇപ്പൊ ഇയാൾക്ക് തന്നെ കിട്ടി. You may leave, Mr. Chandi, and collect the TC from the office. You can also leave, since your parents are coming tomorrow. താങ്ക് യു മമ്മി. ഞാൻ വിളിച്ചു നോക്കാം. ചേട്ടൻ വരുമോ? ഓക്കെ മമ്മി, ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ. ബർത്ത്ഡേ ബോയ് എവിടെ? ചേട്ടാ വാ, എല്ലാരും വെയിറ്റ് ചെയ്യാ. പ്ലീസ് രോഹൻ, ഇവന്റെ ആഗ്രഹമല്ലേ. നീ ഇതിന് ഇത് കാര്യമില്ല. ഓക്കെ, ഞാൻ വിളിക്കണില്ല. അനിയനല്ലേ വിളിക്കുന്നേ? അനിയനോ? എന്റെ മമ്മി എന്നെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. മമ്മി മരിച്ചപ്പോ ഡാഡിയുടെ ഹോസ്പിറ്റലിലെ നേഴ്സ് കണ്ണും കൈയും കാണിച്ച് വളച്ചത് എന്റെ ഡാഡിയെ. ആ ഡേട്ടി വെച്ചിന്റെ മകൻ അങ്ങനെ എന്റെ അനിയനാവുക? നീതു, രാഹുൽ എവിടെ? അവിടെ നിന്ന് കരയുക. കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചതിന് രോഹൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. 1 മിനിറ്റ് സമയം എനിക്കുക, ഞാൻ ശരിയാക്കി തരാം. മിസ്റ്റർ റോഹൻ, എന്റെ പേര് കുര്യാക്കോസ്, അറിയാലല്ലേ? കുറച്ചു നാൾ മുമ്പ് കുപ്പായം ഇട്ട് നടന്നിരുന്ന കാലത്ത് ഞാൻ കുര്യാക്കോസ് അച്ഛനായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് വിളിക്കുക. അല്ലയോ കുഞ്ഞാടേ, നിന്റെ പരിശുദ്ധ പിതാവിന്റെ തിരുരക്തത്തിൽ ഭൂജാതനായ നിന്റെ കുഞ്ഞനിയൻ കുഞ്ഞാടിന്റെ ജന്മദിനം കൊണ്ടാടാൻ കർത്താവിന്റെ നാമത്തിൽ വന്നരുളിയാലും എന്നായിരിക്കും. ഇതിപ്പോ കുപ്പായം ഊരിയ നിലക്ക് പട്ടികൾ വരണം മോനെ, എഴുതകളാ. ഇപ്പോൾ നീ കേട്ടതാണ് സുവിശേഷം. രോഹനെത്തി. അപ്പൊ ഇനി സമയം കളയണ്ട. രാഹുൽ, മെഴുകുതിരി ഊതി കേക്ക് മുറിച്ചോളൂ. ചേട്ടനും അനിയനും കൂടി ഒരുമിച്ചായിക്കോട്ടെ കേക്ക് മുറി. രോഹൻ, എന്താ ഇത്?
കേക്ക് റെഡി. മിസ്റ്റർ വിജയ്, ഇതിൽ കയറി നമ്മൾ കൊത്തേണ്ട ആവശ്യമുണ്ടോ? സെന്റ് സേവിയേഴ്സിൽ നിന്നുള്ള ഇൻവിറ്റേഷനാ അവരുടെ ഗോൾഡൻ ജൂബിലി. 5 days സെലിബ്രേഷൻ. എല്ലാ ദിവസവും എക്സിബിഷൻ മാച്ചസ് ഉണ്ട്. ടെന്നീസ്, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ഓരോ ദിവസവും ഓരോ സ്കൂളുമായിട്ടാ. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുട്ബോളിനാ. അതാ താങ്കളോട് ചോദിച്ചത്. നമ്മള് ഈ ഇൻവിറ്റേഷൻ കണ്ടില്ല എന്ന് അടിക്കുന്നതല്ലേ ബുദ്ധി? അല്ല, ഇതുവരെ സെന്റ് സേവിയേഴ്സുമായിട്ട് നമ്മൾ ജയിച്ചിട്ടില്ലല്ലോ. സർ, ഫുട്ബോളിന്റെ കാര്യത്തിൽ വിജയ് സാറിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അക്കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ മാതൃക പിന്തുടരുകയല്ലേ ചെയ്യുന്നത്. സമ്മതിച്ചു, ഞാൻ കോച്ചായിട്ട് ഇതുവരെ സെന്റ് സേവിയേഴ്സുമായിട്ട് ജയിച്ചിട്ടില്ല. പക്ഷെ എന്നും റിസൾട്ട് അതായിരിക്കും എന്ന് വിചാരിക്കരുത്. ഫുട്ബോളിൽ എന്ത് സംഭവിക്കാം. ശരിയാ, ചിലപ്പോ ഇന്ത്യ ബ്രസീലിനെ വരെ തോപ്പിക്കാം. സ്റ്റുഡൻറ് സ്പോർട്സിലും ഗെയിംസിലും ഒന്നും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സ്റ്റഡീസിലാ. ഫുട്ബോളും ക്രിക്കറ്റും എന്നുള്ള പേരിൽ പിള്ളേരെ അവിടെ ഇവിടെ പറഞ്ഞു വിടുന്നത് അൺനെസസറി വേസ്റ്റ് ഓഫ് ടൈം. യു ആർ റോങ് മിസ്സസ് മേരി ലൂക്ക. സ്പോർട്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. വെൽ, നമ്മളിപ്പോ ആലോചിക്കേണ്ടത് നമ്മൾ അവരുടെ ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ചാൽ മാനം കെടാതെ തിരിച്ചു വരാൻ ഒക്കുമോ എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ സാർ. സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ സകല പ്ലേയേഴ്സിന്റെ കാല് തല്ലിയോടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുക. സർ, ദിസ് ഇസ് ടു മച്ച്. ഒരു എക്സാം ആകുമ്പോൾ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ജയിക്കാം. പക്ഷേ ഗെയിം ആകുമ്പോൾ ഒരു ടീമിനെ ജയിക്കാൻ പറ്റൂ. എന്നാലും ഞാനിതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. ഇത്തവണ ഞാനും എൻ്റെ ബോയ്സും ജയിക്കും. ആ ജയം കൊണ്ടായിരിക്കും ഞാൻ ഈ ഇൻസൾട്ടിനൊക്കെ മറുപടി പറയുക. ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ് വിജയ്. എനിവേ, നമ്മൾ അവരുമായി കളിക്കാൻ തീരുമാനിക്കുന്നു. എന്താ? താങ്ക് യു സർ. ഹലോ. ഹലോ സർ, എന്നെ മനസ്സിലായോ? ഫെലിക്സ്? യെസ്, ഫെലിക്സ്. ഞാൻ പോയിട്ടില്ല സർ. ഒരു ഗുഡ് ന്യൂസ് സാറിനോട് പറയാനാണ് ഇപ്പം വിളിച്ചത്. ഞാൻ സെന്റ് സേവിയേഴ്സിൽ ചേർന്നു. എൻ്റെ ഫാദറിനെ അറിയാമല്ലോ അല്ലേ? ഡെറാഡൂണിൽ ചേർക്കാൻ പോയപ്പോൾ ഞാൻ വാശി പിടിച്ചിട്ടാ സെന്റ് സേവിയേഴ്സിൽ തന്നെ ചേർത്തേ. സാറിൻ്റെ ഒപ്പം സ്കൂളിൽ തന്നെ. പിന്നെ എക്സിബിഷൻ മാച്ചിന് സാറിന് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും ഗ്രൗണ്ടിൽ, അതേ പൊസിഷനിൽ. നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലേ സാർ? ഞാൻ സാറിൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിന് കൊടുക്കാം, എൻ്റെ പുതിയ കോച്ച്. ഹലോ വിജയ്, ഫെലിക്സിനൊപ്പം ഞാനും എത്തി ഇവിടെ. ഇനി നമ്മൾ തമ്മിലും കൂടിയാ കളി. മനസ്സിലായോ എന്നെ? ഞാനാ റോഡ്രിക്സ്. പണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് കളി കളിച്ചാണല്ലോ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പണ്ടത്തെ കണക്കുകളൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി തീർക്കാം. എന്താ? തീർക്കാം. വി വിൽ സീ. യു ബ്ലഡി ചീറ്റ്. ലിസൺ ബോയ്സ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ലാസ്റ്റ് 3 years സെന്റ് സേവിയേഴ്സുമായിട്ട് നമ്മൾ ഒരു മാച്ചും ജയിച്ചിട്ടില്ല. റീസൺസ് പലതും ഉണ്ടാവും, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. അതുകൊണ്ട് തന്നെ മേരി ലൂക്ക അടക്കം സ്കൂളിലെ മുഴുവൻ സ്റ്റാഫും നമ്മളെ എഴുതി തള്ളിയിരിക്കുക. സോ ഈ മാച്ച് ക്രൂഷ്യലാണ് നമുക്ക്. കോച്ച് എന്ന നിലയ്ക്ക് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നു. എന്താ? ഇത്തവണ മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. ഫെലിക്സ്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവനിപ്പോൾ നമ്മുടെ എതിർ ടീമിലാണ് കളിക്കുക. അവനായിരിക്കും അവരുടെ ട്രംപ് കാർഡ്. പക്ഷേ ഫെലിക്സിന്റെ ഓരോ മൂവ് അറിയാവുന്ന നിങ്ങൾക്ക് അവനെ എളുപ്പം മാർക്ക് ചെയ്യാനും പറ്റും. മാത്രമല്ല, അവൻ സ്റ്റാർ സ്ട്രൈക്കർ ആയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് കൂടിയാ. അവന്റെ മുമ്പിൽ നിങ്ങൾ തോൽക്കാൻ പാടില്ല. നിങ്ങൾക്കതിന് കഴിയണം. ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എയിം. ഗുഡ് ലക്ക്.
on, Rohan! Come on! Pass! Pass! Come on! സാർ കളി തീരെങ്കിൽ 3 മിനിറ്റ് ബാക്കിയുള്ളൂ. സ്കോർ ചെയ്യാനാണെങ്കിൽ 1 സെക്കൻഡ് മതി സാം. രോഹൻ! Hey! You! എന്തായിരുന്നു ബഹളം? പോണ കണ്ടപ്പോ മിനിമം 10 ഗോളിനെങ്കിലും ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും അങ്കിൾ, ആ ഫെലിക്സ് തന്നെ അങ്കിളിന്റെ പോസ്റ്റ് ഗോൾ അടിച്ചല്ലോ. ഷെയിം. ടീച്ചേഴ്സിന്റെ മുമ്പിൽ തല പൊക്കി നടക്കാൻ വയ്യണ്ടായി. ഹെഡ് മിസ്ട്രസിന്റെ വക കളിയാക്കല് വേറെയും. പക്ഷേ നമ്മുടെ കുട്ടികൾ നന്നായി കളിച്ചു. ലാസ്റ്റ് മിനിറ്റ് വരെ അവർ ഫൈറ്റ് ചെയ്തു. കളിയുടെ 70% സെന്റ് സേവിയേഴ്സിന്റെ ഹാഫിലായിരുന്നു. 8 കോർണറും 4 ഫ്രീ കിക്കുവാ നമുക്ക് കിട്ടിയേ. കൂട്ടത്തിൽ ഒരു ഗോളും. മതി കളിയാക്കിയത്. ഇതാ പറയുന്നേ, നമുക്ക് ഈ കളിയും പഠിപ്പീരും ടെൻഷനും ഒന്നും വേണ്ട. മണിമലയിൽ പോയി എസ്റ്റേറ്റ് നോക്കി കപ്പയും കാച്ചിലും ചക്കയും ഒക്കെ അടിച്ച് സുഖമായിട്ടങ്ങ് കഴിയാം. ദേ അസിസ്റ്റന്റ് എത്തി. ആന്റി, നമുക്ക് ഈ അസിസ്റ്റന്റിനെ മണിമലയ്ക്ക് കൂട്ടാം. അവിടെ ചാണകം വാരാൻ ഒരാളായല്ലോ. എന്താ സാർ? സാർ 1 മിനിറ്റ്. സാർ എനിക്കെന്തോ സംശയമുണ്ട്. ഇന്നത്തെ കളി അത് ഒത്തുകളിയാണ് സാർ. ഫെലിക്സ് റോഹനൊക്കെ തമ്മിൽ. സാം, സാറിന്റെ കയ്യിൽ അതിന് ടേപ്പില്ലേ? റിവൻ റോഹന്റെ ആ ഫൗള് കണ്ടോ സാർ? റിവൻ സ്റ്റോപ്പ്. ഇതാ കണ്ടോ, ഫെലിക്സിനെ ബ്ലോക്ക് ചെയ്യാൻ കാർത്തിക് ഓടി വരുന്നുണ്ട്. ഫെലിക്സിന് പന്ത് പാച്ചാൻ സെൻസേഴ്സിന്റെ ഒറ്റ പ്ലെയർ പോലും ബോക്സിലില്ല. നമ്മളുടെ ശരിക്കും സേഫാ. ആ സമയത്ത് പുറകെ നിന്ന് ഓടി വന്ന് റോഹൻ എന്തിനാ ഫൗൾ ചെയ്യുന്നത്? പക്ഷെ അത് കളിയുടെ ആവേശത്തിൽ റോഹന് പറ്റിയൊരു അബദ്ധമാണെന്നാണ് ഞാൻ കരുതിയത്. അല്ല സാർ, മനഃപൂർവ്വ. ഞാൻ ദൂരം ശരിക്കും കണ്ടു. ഫൗൾ ചെയ്ത് വീണപ്പോ റോഹന്റെയും ഫെലിക്സിന്റെയും നോട്ടം.
പിന്നെ എണീക്കുമ്പോ രണ്ടുപേരും കൈകൊണ്ടെന്തോ ആംഗ്യവും കാണിച്ചു. പ്ലേ പ്ലേ. കണ്ടോ സാർ? റോഹൻ, നിങ്ങളൊക്കെ നല്ല പ്ലേയേഴ്സാ, പക്ഷെ അതിനേക്കാൾ നല്ല ആക്ടേഴ്സ് ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പഴയ കൂട്ടുകാരനുമായിട്ട് ഒത്തുകളിച്ച് എത്ര സുന്ദരമായിട്ട് നിങ്ങൾ സ്വന്തം ടീമിനെ തോൽപ്പിച്ചു. ഐ റിയലി ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു ബോയ്സ്. റോഹൻ, പ്രത്യേകിച്ച് നിന്നെ. നീയല്ലേ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ. നിനക്ക് തന്നെ തരണം അതിന്റെ ക്രെഡിറ്റ്. സാർ എന്ത് തോന്നിയ പറയുന്നത്? ഞങ്ങൾ ഒത്തുകളിച്ചതിന് എന്ത് തെളിവുള്ളത് സാറിന്? നിങ്ങളെയൊക്കെ കണ്ണും പൂട്ടി ഞാൻ വിശ്വസിച്ചു പോയി. സ്വന്തം ടീമിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ച് തോറ്റത് തന്നെയാണെന്ന് കരുതി. പക്ഷേ എന്റെ കണ്ണിൽപ്പെടാത്തത് എന്നോടും ഈ സ്കൂളിനോടും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരുത്തന്റെ കണ്ണിൽപ്പെട്ടു. സാറേ, ഏതോ ഒരുത്തൻ പറയുന്ന കേട്ട് ഇല്ലാത്ത അലിഗേഷൻ ഞങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയാലുണ്ടല്ലോ. നീയൊക്കെ കാണിച്ച ചതിക്ക് എങ്ങനെയാ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ ഉരുട്ടി തന്ന ബോൾ തട്ടി കളി പഠിച്ചവരാ നിങ്ങളൊക്കെ. ആ കളി സ്വന്തം പോസ്റ്റിലേക്ക് തിരിച്ചു കളിക്കാൻ നിൽക്കണ്ട. സമ്മതിക്കില്ല ഞാൻ ആരായാലും. റോഹൻ, കുഴപ്പാവോ? എന്ത് കുഴപ്പം? അയാള് പറഞ്ഞ ആ ഒരുത്തൻ ആരാന്നറിയാവോടാ കോശി നിനക്ക്? ആരാ? അവൻ തന്നെയാ, ആ സാം. വേണ്ട റോയൻ, റോയൻ വേണ്ട. അയ്യോ. നീ ആടാ CBI? ഞങ്ങൾ എന്താ ചെയ്യുന്നറിയാൻ? ബ്ലഡി ബഗർ, വിടില്ല നിന്നെ. നീയും ആ പെരട്ട കോച്ചും കൂടെ ചേർന്ന് ഫെലിക്സിനെ പുറത്താക്കി. ഓരോ കള്ളക്കഥ പറഞ്ഞ് ഞങ്ങളെയും കൂടെ പുറത്താക്കണോ നിനക്ക്? അയ്യോ റോയൻ, പ്ലീസ് നിർത്ത്. വേണ്ട. Ron, please stop, Ron. Ron, നിർത്ത്. Ron, please stop, Ron. നീരാണ്. നീരണ ഒറ്റ കുത്തു വെച്ചെറിഞ്ഞ് തല്ലി മേടിച്ചോണ്ട് വന്നിരിക്കോ? നിനക്ക് ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ എന്ത് ചെയ്തു? കള്ളക്കളി കാണിച്ച് വിജയ് സാറിനോട് പറഞ്ഞു കൊടുത്തു. അത് പിന്നെ പറയണ്ടേ? പോകരുത്തല്ലാരും കാണിച്ചത്. അവന്മാരൊക്കെ കാശുള്ള പിള്ളേരാ, എന്ത് തോന്നിയാസവും കാണിക്കാം. അതുപോലാണോ നീ? അതുകൊണ്ടാ മിണ്ടാതെ കൊണ്ടത്. അല്ലെങ്കിൽ എല്ലാത്തിനും അടിച്ച് ഷേപ്പ് മാറ്റിയാണ് ഞാൻ. ഓ പിന്നെ ജാക്കി ചാനൽ ഇയാള്. ഇവിടുത്തെ ബട്ടറും ബ്രോയിലർ ചിക്കനെ കടിച്ചു കയറ്റി കൊഴുത്തിരുണ്ട സാധനങ്ങളത്. ഏതായാലും കിട്ടിയത് കിട്ടി. ഇനി ഇത് വിജയ സാറിനോട് പറയാൻ നിൽക്കണ്ട. ഇതിന്റെ പേരിൽ പിള്ളേരെ പുറത്താക്കലൊന്നും ഉണ്ടാവില്ല. പണി പോണത് ചിലപ്പോ നിന്റെ ആവും. നിനക്ക് ഈ തല്ലിപ്പൊളി നേഴ്സിന്റെ ചികിത്സ മതിയോ? വല്ല ഡോക്ടറെ കാണിക്കണോ? വേണ്ട. ഓ, ഇവളുടെ കൈ കൊണ്ടാവുമ്പോ നല്ല സുഖം ഉണ്ടാവല്ലേ? ഇതിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടി കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അവിടെ ഇവിടെ കേട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, മനസ്സിലായല്ലോ? അത് കുര്യാക്കോ സാറ് ഓർക്കുന്നത് നല്ലതാ. ഇതെത്ര? 50 രൂപ. ജോണേട്ടനല്ലേ? അതെ, ഞാൻ ശ്രീകുമാർ. മുമ്പൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അത് അദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? മാതാവ്, ഐസക് അല്ലത്? സാമിന്റെ പപ്പ. പപ്പാ, പപ്പാ. കുറെ കാലമായിട്ട് സാമിന്റെ പപ്പ ഇങ്ങനെയാ. ആരെയും തിരിച്ചറിയില്ല, കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല.
പപ്പയുടെ ഒരു പഴയ സുഹൃത്താ, ശ്രീകുമാർ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച കൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടതാ ഞാൻ പപ്പയെ. പ്രാകൃത വേഷത്തിൽ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആളെ ആദ്യം എനിക്ക് മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോ ഐസക്. പണ്ട് സ്റ്റേറ്റ് ബാങ്കിന്റെ കൽക്കത്ത ബ്രാഞ്ചില് ഐസക് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. അന്നേ അറിയപ്പെടുന്ന ഫുട്ബോളർ ഐസക്. മോഹൻ ബഗാന് വേണ്ടി കളിക്കുന്ന സമയത്ത് കൽക്കത്തയിലെ അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് മലയാളിയായ KT ജോസഫിന്റെ മകളുമായി പപ്പ പ്രേമത്തിലായി. സാമിന്റെ മമ്മയുമായി. ഒരു ദിവസം ഞങ്ങൾ പോലും അറിയാതെ പപ്പ അവരെ രജിസ്റ്റർ മാരേജ് ചെയ്ത് സ്ഥലം വിട്ടു. നേരെ പോകുന്നത് ഊട്ടിയിലേക്കാ. അത് കഴിഞ്ഞ് ഒരിക്കൽ ഊട്ടി വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ പപ്പയും മമ്മയും. അന്ന് സാം തീരെ കുഞ്ഞ. ജോണേറ്റിനെയും പരിചയപ്പെട്ടിരുന്നു അപ്പ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഐസക്കിനെ കാണുന്നത് ഈ അവസ്ഥയിലാണ്. ഐസക്ക്, നോക്ക്, തന്റെ മോനാ. പള്ളിയിലെ മെഴുതിരിയും കത്തിച്ച് എത്ര കാലമായി അവൻ തന്നെ കാത്തിരിക്കുന്നത്. ഗാഡി ആ രഹി ഹൈ, മേരി ബീവി ആ രഹി ഹൈ. അന്ന് മമ്മയുടെ ആൾക്കാർ വന്ന് മമ്മയെ പിടിച്ചോണ്ട് പോയപ്പോ അന്വേഷിച്ച് വീണ്ടും കൽക്കട്ടയിൽ ചെന്നത് ഐസക്. പക്ഷേ പപ്പയ്ക്ക് മമ്മയെ കാണാൻ കഴിഞ്ഞില്ല. മമ്മയുടെ ഡാഡിയുടെ ഗുണ്ടകള് പപ്പയെ തല്ലി ചതച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടു. ആരോ കണ്ടതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ആ ഷോക്ക് ഉണ്ടാവും, ഓർമ്മ നഷ്ടപ്പെട്ടു. അന്നു മുതൽ മമ്മയെ തേടി അലഞ്ഞു നടക്കുക പപ്പ. സാം, ഇപ്പൊ നീയെങ്കിലും സത്യം അറിഞ്ഞേ പറ്റൂ. മമ്മ ജീവിച്ചിരിപ്പില്ല. വേറെ ആരെ കൊണ്ടോ നിർബന്ധപൂർവ്വം കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നിവൃത്തിയില്ലാതെ മമ്മ ആത്മഹത്യ ചെയ്താണത്രേ. പാവം, നിന്റെ പപ്പയ്ക്ക് അറിയില്ല അത്. ഒന്നും അറിയാതെ അയാൾ ഇപ്പോഴും കാത്തിരിക്കുക. ഏയ്, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എന്തിനാ സർ സങ്കടപ്പെടുന്നത്? കുട്ടിക്കാലത്തെ ഏതോ ഓർമ്മയില് ചിരിക്കുന്നൊരു മുഖം, അതാ എനിക്ക് മമ്മ. അതങ്ങനെ തന്നെ എപ്പോഴും മനസ്സിലുണ്ടാവും. എനിക്കിപ്പോ സന്തോഷാ. എന്റെ പപ്പയെങ്കിലും തിരിച്ചു വന്നല്ലോ. ഇനി എനിക്ക് എന്റെ പപ്പയെങ്കിലും ഉണ്ടല്ലോ. പപ്പ, ഈ വീട് ഓർമ്മയുണ്ടോ പപ്പയ്ക്ക്? നോക്ക്, ഇവിടെയാ പപ്പയും മമ്മയും താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചിട്ടാ മമ്മ എന്നെ പ്രസവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ വെച്ചാ പണ്ട് കുറെ ആൾക്കാർ വന്ന് മമ്മയെ പിടിച്ചോണ്ട് പോയത്. അന്ന് എനിക്ക് 3-4 വയസ്സേ ഉണ്ടാവും. കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. മമ്മയെ കൊണ്ടുപോയെന്നും പറഞ്ഞ് പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മാത്രം ചെറിയൊരു ഓർമ്മ. എപ്പോ വരും? ആര്? ട്രെയിൻ 1 നമ്പർ പ്ലാറ്റ്ഫോമിലാ വരുന്നത്. പപ്പ ഇപ്പൊ കൽക്കട്ടയിലല്ല, ഇവിടെയാ, നമ്മുടെ പഴയ വീട്ടില്. മേരി ബീവി ആ രഹി ഹൈ. ഇന്നലെ വരണ്ടടാ, വന്നില്ല. ഇന്ന് എന്തായാലും വരും. വന്നപ്പോ മുതല് പപ്പ ഇത് തന്നെയാണല്ലോ പറയുന്നേ. പപ്പയുടെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉണ്ടാവൂ. ഏതോ റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴും വരുന്നു വിചാരിക്കുന്ന എന്റെ മമ്മിയും. Who are you? What do you want? Nothing. പപ്പ, പപ്പ നോക്ക് പപ്പ, ഫുട്ബോള്. വാ, നമുക്ക് കളിക്കാം. ഐസക്കേ, ചെല്ല്, തന്റെ മോനല്ലേ വിളിക്കണത്. എത്ര ടൂർണമെന്റ് കളിച്ചിട്ടുള്ള പപ്പ, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് സന്തോഷ് ട്രോഫി കളിച്ചത്, മോഹൻ ബഗാനിൽ കളിച്ചത്. അന്ന് പപ്പ അടിച്ചൊരു പെനാൽറ്റി ഗോൾ ഓർമ്മയുണ്ടോ? ആ ഗോളുണ്ടാ കേരളം അന്ന് ഫൈനൽ ജയിച്ചത്. അതൊക്കെ മറന്നോ പപ്പ? ദാ ബോള്, നോക്ക് നോക്ക് പപ്പ. ഊണിലും ഉറക്കത്തിലും ഫുട്ബോൾ എന്നും പറഞ്ഞ് നടന്നിരുന്ന ആളാ. പപ്പ വാ, നമുക്ക് ഞങ്ങളുടെ സ്കൂളിൽ പോകാം.
ഞങ്ങളെ സ്കൂളൊപ്പം കണ്ടിട്ടില്ലല്ലോ. ആ ഗ്രൗണ്ടിൽ കളിക്കാം നമുക്ക്. വെരി നൈസ്. പപ്പാ, വാ പപ്പാ. പപ്പാ, എത്ര നേരം ഞാൻ വിളിക്കണു? വാ പപ്പാ. പപ്പാ, വാ പപ്പാ. Hey, camera. ഇതിപ്പോ ആളില്ലാത്ത പോസ്റ്റിലേക്കല്ലേ ഗോളടിക്കണത്. ഗോളില്ലാതെ ഗോളടിക്കാൻ ഞാൻ വിചാരിച്ചതിന് പറ്റൂലേ. കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല. സെൻട്രൽ ലൈനിൽ നിന്നും സീറോ ആംഗിളിൽ നിന്നും ഒക്കെ വളരെ ഈസി ആയിട്ടാണ് അവൻ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. കളി അറിയാത്ത ഒരാൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റില്ല. മുമ്പിൽ ഒരു പ്ലെയറെ സങ്കല്പിച്ച് ഒരു എക്സ്പെർട്ട് പ്ലെയർ ഡ്രിബിൾ ചെയ്യുന്ന പോലെയാണ് സാം മൂവ് ചെയ്യുന്നത്. അതും വളരെ പെർഫെക്റ്റ് മൂവ്. ഒരു കാര്യം ഉറപ്പാ, കളിച്ചിട്ടില്ലെങ്കിലും ലൈന് പുറത്തു നിന്ന് അവൻ ശരിക്കും ഫുട്ബോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ശ്രമിച്ചാൽ he can become a great player. Come on, tackle him. Come on! Come on, Sam! Goal! Tackle me. Well done, sir. കലക്കടാ, നീ സാധാരണക്കാരനല്ല. പെനക്ക് മറഡോണനുണ്ടായ റൊണാൾഡോയാടാ. ഷുഗറും പ്രഷറും മാത്രമല്ല, ഫുട്ബോളും പാരമ്പര്യം കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആ സാം, ഇവിടെ പന്ത് പെറുക്കി കളയാനുള്ളതല്ല നിന്റെ ലൈഫ്. നീ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും നല്ല ടീമിൽ ചേർന്ന് കളിക്കണം.
നിനക്ക് വലിയൊരു ഫ്യൂച്ചറുണ്ട്. ഒരുപാട് ഹൈറ്റ്സിലെത്തും നീ. നമുക്ക് സാമിനെ സ്കൂൾ ടീമിൽ എടുത്താലോ അങ്കിൾ? സാം ടീമിലുണ്ടെങ്കിൽ ഒരു മാച്ചും നമ്മൾ തോക്കില്ല. അതെങ്ങനെയാ? സാം ഇവിടെ പഠിക്കുന്നില്ലല്ലോ. സ്റ്റുഡൻസിനല്ലേ ഇവിടുത്തെ ടീമിൽ കളിക്കാൻ പറ്റൂ. It's a warm wind, the west wind full of birds' cries. I never hear the west wind, but tears are in my eyes. For it comes from the west lands. ഇത് രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. പോയിക്കോ. ഇനി ക്ലാസ്സിൽ വരുമ്പം കയ്യിലൊരു പ്ലാസ്റ്റിക് ഇട്ടൂടെ കരുതിക്കോണം. സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചാലോ? അപ്പൊ ടീമിലെടുത്തൂടെ? This is absolutely rubbish, sir. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടിനെ, അതും ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനെ. സർ, നമ്മുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിനെ തന്നെ അത്. സ്റ്റാൻഡേർഡ് കൂടുകയുള്ളൂ മാഡം. പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു കുട്ടിക്ക് അത് നൽകുന്നല്ലേ സാർ സ്കൂളിന്റെ ഗ്രേറ്റ്നസ്. മാത്രമല്ല, ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് വന്ന സജഷനാ. അവരുടെ ആരുമല്ല പയ്യൻ. എന്നിട്ടും അവനോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ല എന്നടിച്ചാൽ കുട്ടികളുടെ മുമ്പിൽ നമ്മളാ ചെറുതാവുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ വിജയ്. ഫീസിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് സ്കോളർഷിപ്പ് നൽകാം. വേറെയും സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ബട്ട് ദ പ്രോബ്ലം ഈസ്, അവൻ 7th സ്റ്റാൻഡേർഡ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, അതും ഏതോ ഓർഡിനറി സ്കൂളിൽ. നമ്മൾ അവനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ 7th സ്റ്റാൻഡേർഡിലല്ലേ പറ്റൂ. Are you joking, sir? 17 18 വയസ്സുണ്ടവന്. കുട്ടികൾ പിന്നെ അവനെ സാം എന്നല്ല, അങ്കിൾ സാം എന്നാവും വിളിക്കാം. കുട്ടികൾക്ക് അവന് ഇഷ്ടമാണ്. അവർ അതൊക്കെ ഒരു സ്പിരിറ്റിൽ എടുത്തോളൂ. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Your wish, sir. But sir, still I have my objection. ഇത് ബാക്ക് ഡോറിലൂടെയുള്ള അഡ്മിഷൻ ആണ്. അത് നമ്മുടെ സ്കൂളിന്റെ പ്രൊസീജിയറിന് തന്നെ എതിരാ. At least he should pass the entrance exam. Yeah, that's right, Mr. വിജയ്. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അയാൾ എൻട്രൻസ് എഴുതട്ടെ. എന്തായി അങ്കിൾ? 7th അഡ്മിഷൻ തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഫീസ് കേട്ടനല്ലേ സാർ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന്. ഫീസിനേക്കാളും കട്ടിയാവും സാമിനെ പോലെ ഒരാൾക്ക് ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ്. അത് ജയിക്കണം. ആ മേരി ലൂക്കയ്ക്ക് വാശി. അവരാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ കട് കട്ടിയാവും. അപ്പൊ ഇനി എന്ത് ചെയ്യും സാർ? ഞങ്ങൾ പോയിന്ന് സംസാരിച്ചാലോ അങ്കിൾ? ഏയ്, അത് നടക്കില്ല. അവരടമന്റാ. എടാ സാമേ, ജീവിതം എന്ന് പറയുന്നതേ ഒരു ഫുട്ബോൾ കളിയാ. ആർക്കായാലും കർത്താവ് ഒരു ചാൻസ് തരും ഗോളടിക്കാൻ. ഇത് നിനക്ക് കിട്ടിയ പെനാൽറ്റി ആണെന്ന് കരുതി മേരി ലൂക്കയുടെ പോസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഗോളടിക്കാം. എൻട്രൻസ് എങ്കിൽ എൻട്രൻസ്, നമുക്കൊരു കൈ നോക്കാടാ. അതെ സാം, ഞങ്ങൾ പഠിപ്പിക്കാം സാമിനെ. ഞങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം അല്ലേ സാർ? പിന്നെ നീ ശ്രമിക്കുമ്പോ ഞങ്ങൾ പരിശ്രമിക്കും. Samuel Langhorne Clements, who wrote The Adventure of Tom Sawyer, is better known as Fatima, you know the answer? No, book നോക്കാം. Okay. Sherlock Holmes is the creation of... കിട്ടിയോ? ആ തള്ളറിഞ്ഞെന്റെ പണി പോണ കേസാ. അതേപോലെ സീല് വെച്ച ആൻസർ ഷീറ്റ് 6 അത്രയൊക്കെ എഴുതിയ പോരെ? മതി, മരണങ്ങട് ഞാൻ കാണട്ടെ. മണ്ടൻ വല്ലത് അറിഞ്ഞിട്ടാണ് എഴുതി കൂട്ടണത്. ചുമ്മാ എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ മാമിന് ഡൗട്ട് അടിക്കില്ലേ? ഇത് ഞാൻ പണ്ട് SLC എഴുതിയ പോലെ സിനിമ പാട്ട് എഴുതി വെച്ചോട്ടു. ഇനി എന്താണ് പ്ലാൻ? ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. Good morning, ma'am. What do you want? What are you looking there? ഇല്ല, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. No, do not disturb the boy. Oh. Out.
സോറി മാം, ഇപ്പൊ തന്നെ ചോദിക്കേണ്ട ഡൗട്ടാ. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നീട് അതൊരിക്കലും ചോദിക്കാൻ പറ്റാതെ വരും. എക്സാം ഹാളിലല്ല തന്റെ ഡൗട്ട്, പുറത്തു പോകാനാ പറഞ്ഞത്. അയ്യോ, ഞാൻ പുറത്തു പോയിക്കോളാം, അതിലേക്ക് വിരോധമില്ല. പക്ഷെ മാം, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാ, when I was a father, അല്ല പണ്ട് ഞാൻ അച്ഛനായിരുന്ന കാലത്ത് കർത്താവായ യേശു പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഞാൻ പോയി. ഓക്കെ സാം, ഓക്കെ മാം, ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? കുര്യാക്കോ സർ കളിക്ക് കഴിഞ്ഞു. ഇല്ല, 3 ആൻസറും കൂടി ഉണ്ട്, അത് വിട്ടേക്ക്. പാസ്സാവാനുള്ള ആൻസേഴ്സ് ആയിട്ടുണ്ടാവും. അമ്മേ, അയ്യോ അയ്യോ, അമ്മേ, അയ്യോ. Oh God, what's the problem with this guy? Hey boy, എനിക്ക് get up. എന്താ മാം? ഇതില് പോയപ്പോ ശബ്ദം കേട്ട് ഓടി വന്നതാ. എന്ത് പറ്റി? See boy, ബോധം കെട്ട് വീണു. അയ്യോ, എടാ സാമേ, വെള്ളം. കൊറേ ദിവസം ഉറക്കൊഴിച്ച് പഠിച്ചതിന്റെ ക്ഷീണം കൊണ്ടാവും. ഇത് പിടി. അവനവനെ കൊണ്ട് എടുത്താ പൊന്താവുന്നതേ പൊക്കാവുന്നു. ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞ മനസ്സിലാവില്ല മാഡം. Nothing doing, just call the doctor. Sir, I can't believe that boy അയാൾ എൻട്രൻസ് പാസ്സായി. കണ്ട തെണ്ടികളൊക്കെ സ്കൂളിൽ ചേർത്തോട്ടെ, പഠിപ്പിച്ചോട്ടെ, അത് പ്രിൻസിപ്പലിന്റെ ഇഷ്ടം. പക്ഷേ ഈ ജേഴ്സി ഇടാനും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാനും നിനക്കാരെ പെർമിഷൻ തന്നെ? റോഹൻ, എനിക്കറിയണം സർ, എന്തിന്റെ പേരിലാണ് ഇവൻ ടീം ജേഴ്സി ഇട്ടതെന്ന്. ഞാൻ ആ ടീം ക്യാപ്റ്റനെങ്കിൽ എന്റെ കൂടെ അനുവാദം വേണം ആരെങ്കിലും ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ക്യാപ്റ്റൻ അല്ല, കോച്ചാണ് ഫുട്ബോളിലെ ഡിസിഷൻ മേക്കർ. സ്വന്തം പൊസിഷനിൽ നിന്ന് മര്യാദയ്ക്ക് കളിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടണ്ട. സാം, ഗോ ആൻഡ് പ്ലേ. സാം, ഗോ. Go and practice. കലക്കി, ഗുഡ് ഷെപ്പേർഡിന്റെ സ്റ്റാർ സ്ട്രൈക്കർ. ഇനി ഫെലിക്സിന് പകരം ആ പെരട്ട ലൈൻ ബോയ്. ഷെയ്ം ഓൺ യു ക്യാപ്റ്റൻ റോഹൻ, ഷെയ്ം ഓൺ യു. അല്ലേ തന്നെ പ്രാന്തെടുത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു കളിയാക്കല്. നീ നോക്കിക്കോ, അവനെ വെച്ച് തന്നെ നിന്നെയൊക്കെ അയാൾ ഒതുക്കും. എന്നിട്ട് എന്നെ തട്ടിയതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി നിന്നെയും അയാൾ തട്ടും. അയാൾ സ്നേക്കാ, ഡേഞ്ചറസ് പോയിസണസ് സ്നേക്ക്. അയാളൊക്കെ വലിയ പക്ഷെ ആ ചെക്കനാ, ഒക്കെ അവന്റെ ബുദ്ധിയാ. കോറമൻഡൽ എക്സ്പ്രസ് വന്നോ? ട്രെയിനിന്റെ സൗണ്ട് കേട്ടു. ഹൗറ സ്റ്റേഷൻ എവിടാ? മലയാളം നഹി മാലൂ, ഹിന്ദി ആദ്മി. गाड़ी आने वाला है, मेरी बीवी आ रही है. ഹൗറ സ്റ്റേഷൻ കഹാ ഹെ? വടക്കോട്ടേക്ക് പോയിട്ട് നേരെ തെക്കോട്ടേക്ക് പോയാൽ മതി. താങ്ക് യു. ഫെലിക്സ്, ആളെ മനസ്സിലായോ നിനക്ക്? ഇല്ല. അത് അവന്റെ പപ്പയാ. ആരുടെ? ആ സാവിന്റെ. അയാൾക്ക് മുഴുത്ത വട്ട ആണോ? എന്നിട്ടാണോ പറഞ്ഞു വിട്ടെ? നമുക്ക് അയാൾക്ക് ഹൗറ സ്റ്റേഷൻ കാണിച്ചു കൊടുത്താലോ? നമ്മുടെ സാമിന്റെ പപ്പയല്ലേ? ആ ശരിയാ. Come, let's go. Come on. Hey, ഞങ്ങൾ ഹൗറ സ്റ്റേഷനിലേക്കാ, അവിടെ ഡ്രോപ്പ് ചെയ്യാം. വാ വാ വാ, കേറ് കേറ്. ഹൗറ സ്റ്റേഷൻ ആയാ ക്യാ? എത്തി ഇറങ്ങ്. मेरी बीवी आ रही है. Everything is in your hand. Yeah. हौरा स्टेशन आ गया. എങ്ങ പോരാ? गाड़ी अभी आएगी. मेरी बीवी आ रही है. നമ്മുടെ സാമിന്റെ പപ്പയാ, പ്രിൻസിപ്പൽ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാ. അവിടെ ഹൗറ സ്റ്റേഷൻ ഇതില്. ഇതാണ് ഹൗറ സ്റ്റേഷൻ. ഇപ്പൊ ട്രെയിൻ വരും. ഓക്കെ,
പപ്പാ പപ്പാ I said stop it! Move! Rohan! Sam, stop! Stop it! പപ്പാ എന്നോടുള്ള ദേഷ്യമുള്ള നീയൊക്കെ പപ്പോട് തീർത്ത്. ഞാനിവിടെ പഠിക്കുന്നില്ല നിന്റെയൊക്കെ പ്രശ്നം. വാ പപ്പാ വാ പോവാ. വേണ്ട, എനിക്കിവിടെ പഠിക്കണ്ട. എന്റെ പപ്പയെ വേദനിപ്പിച്ച് എനിക്കിവിടെ പഠിക്കണ്ട. ഒന്നും കഴിച്ചില്ല, പാവം. സാരമില്ല, ഉറങ്ങട്ടെ. എന്നാലും വലിയ കഷ്ടമായി പോയി. പണച്ചാക്കളുടെ മക്കളല്ലേലോ, എന്ത് തോന്നിയസോ കാണിക്കാലോ. ആരാ ചോദിക്കുക? ഒക്കെ ഞാൻ കാരണ. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ വെറുതെ ഒരു നശിക്കാൻ പോയതാ കുഴപ്പമായത്. വേണ്ട, ഇനിയൊന്നും വേണ്ട. ഇല്ല സർ, ഞാൻ വരുന്നില്ല. സാം, ഞാനാ വിളിക്കുന്നത്. വേണ്ട സർ, ഞാൻ വന്നാൽ ഇനിയും അവരെന്തേലും കുഴപ്പമുണ്ടാക്കും. പപ്പയെ നോക്കി ഞാനിവിടെ കഴിഞ്ഞോളാം. പപ്പയെ നോക്കാൻ ജോണങ്ങളുണ്ട്, അന്നമ്മച്ചേടത്തിയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. പറയണ കേൾക്ക്, സാറിനൊപ്പം ചെല്ല്. സാമേ, ഈ ട്യൂബിന്ന് പേസ്റ്റ് ഞെക്കി പുറത്തേക്ക് കളയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് തിരിച്ച് ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാട് കുറെ പെടണം. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ കാര്യം. ഇനി നിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ പേസ്റ്റ് തിരിച്ചു തരുന്ന പണിയാ. സാർ ഒരു വിധത്തില് പ്രിൻസിപ്പാളിനോട് സംസാരിച്ച് സമാധാനിപ്പിച്ചിട്ടാ നിന്നെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതിന്റെ ഇടക്ക് അവന്റെ ഒരു ഏടം തിരിച്ചില് മര്യാദക്ക് യൂണിഫോം ഇട്ട് ഇറങ്ങി വാടക്ക വരാനല്ലേ പറഞ്ഞത്. സാമിന്റെ പപ്പയോട് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് ഞങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ഇദ്ദേഹത്തെ കുട്ടികൾക്കറിയാതെ പോയി. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം ഐസക് സാറിനോട്. സാർ, രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, പ്രത്യേകിച്ച് റോഹൻ ആൻഡ് ഫ്രണ്ട്സ്. തീരെ മനുഷ്യത്വമില്ലാതെയാണ് നിങ്ങൾ സാമിന്റെ ഫാദറിനോട് പെരുമാറിയത്. ഇറ്റ് ഈസ് ക്രൂവൽ ആൻഡ് റെഡിക്കുലസ്. അതേപോലെ സാമിന്റെ എമോഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ
മറ്റു സ്റ്റുഡൻസിനെ പണിഷ് ചെയ്യാൻ സാമിന് അധികാരമില്ല. യു കുഡ് ഹാവ് കംപ്ലൈന്റ് ടു മീ ഓർ യുവർ ഹെഡ് മിസ്റ്റേഴ്സ്. ഗെയിംസിന്റെ പേരും പറഞ്ഞ് സാറി സ്റ്റുഡൻസിന് അൺനെസസറി ഫ്രീഡം കൊടുക്കുന്നതിന്റെ കുഴപ്പമായത്. സി സ്റ്റുഡൻസ്, ഹെഡ് മിസ്റ്റേഴ്സ് ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അത് എനിക്ക് സ്പോർട്സിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമല്ല, കുട്ടികൾ പഠിക്കാനുള്ള വെറും മെഷീനാണെന്നുള്ള അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. കുസൃതിയൊക്കെ ആവാം, പക്ഷേ ഇത്തരം ക്രൂരമായ കുസൃതികൾ അത് ഒരിക്കലും ഇനി ആവർത്തിക്കരുത്. എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഈ ബിഹേവിയർ കാണുമ്പോൾ. ലുക്ക്, ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. മേലിൽ ഇത്തരം ബിഹേവിയർ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ടും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ബിഫോർ യു ലീവ്, ഷേക്ക് ഹാൻഡ്സ്. കം ഓൺ. ചെറുപ്പത്തിലെ സാം സോ ക്യൂട്ട് അല്ലേ ആന്റി? ഇതല്ലേ സാമിന്റെ മമ്മ? ഷീസ് ബ്യൂട്ടിഫുൾ. മമ്മയുടെ ഓർമ്മയ്ക്ക് എൻ്റെ ഈ ആൽബം മാത്രമേ ഉള്ളൂ, അതും ജോണങ്ങൾ സൂക്ഷിച്ചു വെച്ചോണ്ടാ. പപ്പ ഇത്രയും വലിയ പ്ലെയർ ആണെന്ന് ആൽബം കാണുമ്പോഴാണ് അറിയണത്. പപ്പയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം നമുക്ക്. അന്ന് കൽക്കട്ടയിൽ വെച്ച് കാണിച്ചു എന്നാ ശ്രീകുമാർ അങ്കിൾ പറഞ്ഞത്. ഏതോ ഷോക്കിൽ സംഭവിച്ചാണത്രേ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ മാം? അതെ, വിജയ് സാറിനോട് പറഞ്ഞ് കൊണ്ടുവന്ന് നമുക്ക്. ഇത് ആരുടെ ഫോട്ടോവാ? Hey, hey Rahul, come. Hey guys, come. Hey guys, we have an interesting game for the day. എന്ത് ഗെയിം? പറയാം. ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിക്കും. Can you identify that person? ഐഡന്റിഫൈ ചെയ്താ ഞാനൊരു ഉഗ്രൻ ഗിഫ്റ്റ് തരും. എന്ത് ഗിഫ്റ്റ്? A sweet kiss. അടുത്ത വീട്ടിലെ മദാമ കൊച്ച് അന്ന് തന്ന പോലെ. മതിയോ രാഹുൽ? ഞങ്ങൾക്ക് തരോ ഗിഫ്റ്റ്? ആര് പറയുന്നു അവർക്ക്? സാമിനും കൂടാട്ടോ, ഗിഫ്റ്റ് സാമിനും കിട്ടും. ഇതാണ് പടം. ഇത് നിന്റെ പടം അല്ലേ? ഞാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അത് ഞങ്ങൾക്കറിയില്ലല്ലോ. വേഗം പറ. ആള് ഫേമസാ. നിങ്ങൾ എല്ലാരും അറിയുന്ന ആളാ ഈ ഹോട്ട് സെക്സി ബോയ്. സച്ചിൻ ടെണ്ടുൽക്കർ? നോ. ഷാറുഖ് ഖാൻ? നോ, ബട്ട് യെസ്. എസ് തുടങ്ങുന്ന പേരാ. എസ് തുടങ്ങുന്ന പേരെന്ന് പറയുമ്പോ പിന്നെ ആരാ? ക്വിക്ക് ആർക്കും ഐഡന്റിഫൈ പറ്റുന്നില്ല. നോ. ഓക്കെ, മരിയക്ക് പറയാൻ പറ്റും. പറ. എനിക്കാളെ മനസ്സിലായി. ആണോ? എങ്കി പറയട്ടെ? എസിലല്ലേ തുടങ്ങുന്നേ? ശ്രീകൃഷ്ണൻ. ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് മെസ്സോളി വെച്ച് അനൗൺസ് ചെയ്യാം. അപ്പൊ ഫുൾ സ്റ്റുഡൻസ് ഉണ്ടാവല്ലോ. ഓക്കെ? ഞാൻ പറയാതെയാ, അവൻ പാവല്ലേ. എന്തിനാണ് ഇത് വെറുതെ? ചുമ്മാ ഒരു രസം. നീതു, ഫോട്ടോ താ നീതു. പ്ലീസ്. ഇതല്ല. താ നീതു. ഇപ്പൊ മനസ്സിലായി ആ ഹോട്ട് സെക്സി ബോയിനെ. ഈ ഗെയിമിന്റെ പുറകെ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ മോളെ. ഡ്രീമിന്റെ ഏറ്റവും കൊള്ളാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താ? ആ ഫോട്ടോയിലെ പോസ് കണ്ടപ്പോഴാണോ ഇഷ്ടം പൊട്ടി മുളച്ചത്? എനിക്ക് മുമ്പേ ഇഷ്ടം. അവനോ? അതറിയത്തില്ല. അപ്പൊ വൺ വേ ഒന്നുമല്ല, അവന് എന്നെ ഇഷ്ടാ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. എന്താ ഉറപ്പ്? എന്തിന്? അവൻ ഇഷ്ടാണെന്ന്. ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം എന്താ? അവനിപ്പോ പഴയ സാമല്ലേ മോളെ. ഈ ഗുഡ്ഷപ്പേഡിലൊരു കൊച്ചു ഹീറോയാ. അതിന് ഞാൻ കാരണമല്ലേ അവനിപ്പോ ഈ ഹീറോ ആയത്, വലിയ പ്ലെയർ ആയത്? ഞാൻ അങ്കിളിനോട് പറഞ്ഞതുകൊണ്ടല്ലേ അവനെ ടീമിലെടുത്തത്, അവൻ സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നത്. അപ്പോ അവൻ എന്നോട് ഇഷ്ടം ഉണ്ടാവല്ലേ വേണ്ടത്?
എനിക്ക് ഉറപ്പാ അവൻ എന്നോട് ഇഷ്ടായിരിക്കും. ഓ ഗോഡ്, അവനായിരിക്കോ? എങ്ങനെയാ ഇതൊന്ന് പ്രസന്റ് ചെയ്യാ? കൺഫ്യൂഷൻ. എന്താ കാണുമെന്ന് പറഞ്ഞത്? അങ്കിളും ആന്റിയും കോയമ്പത്തൂർക്ക് പോയിരിക്കാം. എന്നാ ഞാൻ പിന്നെ വരാം. സാരല്ല, സാം കം ഇരിക്ക്. ഇരിക്ക് സാം. ജസ്റ്റ് എ മിനിറ്റ്. ഐസ്ക്രീം ഇഷ്ടമാണ് സാമിന്? ചുമ്മാ ഇരുന്നപ്പോ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. കഴിക്ക്. കഴിക്ക്. കാണുമെന്ന് പറഞ്ഞെന്തിനാ? അത് shall I tell frankly? എന്താ? I love you, Sam. എന്നിട്ട് പറയട ചെക്ക. ഇല്ല, പിന്നൊന്നുമില്ല. അത് കള്ളം. മര്യാദക്ക് പറഞ്ഞ മോനെ. പിന്നൊന്നുമില്ലാന്നേ. പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. നോക്കുമ്പോ നേരെ മുമ്പിൽ സാറിനെയും മേഡത്തിന്റെ ഫോട്ടോ. അവരെങ്ങനെ അറിഞ്ഞാലോ? സാർ എന്താ വിചാരിക്ക? ഞാൻ മുങ്ങിക്കളഞ്ഞ അവിടുന്ന്. ചിരിച്ചോ? കളിയാക്കി ചിരിച്ചോ? എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. ദേ നോക്കി, അത് എല്ലാരോടും പറഞ്ഞ് നാട്ടിക്കാനാ ഭാവമെങ്കിൽ കൊന്നു കളയും നിന്നെ. നിനക്ക് ഇവളോട് പ്രേമാണെങ്കിൽ ആയിക്കോ. ആരെ വേണ്ടെന്ന് പറയണേ? അതിന് എന്നെ എന്തിനാ ഫൂളാക്കണത്? പ്രേമിച്ചോ? ആര് വേണേലും പ്രേമിച്ചോ. പക്ഷെ എന്നെ ഫൂളാക്കാൻ നോക്കിയാ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. You don't know Neetu. ഇയേഴ്സിന് ശേഷമാ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുന്നത്. എല്ലാം ഭംഗിയാവണം. മിസ്റ്റർ വിജയ്, ഫുട്ബോൾ ഗ്രൗണ്ട് സീംസ് ടു ബി ഓൾ റൈറ്റ്. മറ്റ് ഗ്രൗണ്ടുകളൊക്കെ എല്ലാം ഒന്ന് റീറോൾ ചെയ്യണം, അത്രേ വേണ്ടൂ. ഓൾ റൈറ്റ്. ഗെയിംസ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടായില്ല. എല്ലാ ഈവന്റ്സും വി ഷുഡ് വിൻ. ആസ് യൂഷ്വൽ ഫുട്ബോളിന് ഒരു എക്സംഷൻ കൊടുക്കണം സാർ. വേണ്ട, ഫുട്ബോളിന് മാത്രമായ എക്സംഷൻ വേണ്ട. ഇത്തവണ നമ്മുടെ ടീം ജയിക്കുന്നില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തേക്കാം ഈ സ്കൂളിൽ നിന്ന് തന്നെ. എന്താ പോരെ? മിസ്റ്റർ വിജയ്, അവരെന്തോ ജോക്ക് പറഞ്ഞു എന്ന് വെച്ച് ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാണ് സർ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. നിങ്ങൾക്കതിന് റീസൺസ് ഉണ്ടാവും. ചില തോൽവികൾക്ക് പറയാൻ റീസൺസ് എനിക്കുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ മറ്റൊരു ജോക്ക് ആവുകയുള്ളൂ. ഇനി എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജോക്കർ ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിജയ്, എന്താ ഇത്? എനിക്ക് സാറിനോടൊരു പിണക്കമില്ല. ഫിറ്റ് അല്ലാത്ത ഒരാൾ സ്വയം ഒഴിഞ്ഞു പോകാമെന്ന് മാത്രം കരുതിയാൽ മതി. നോട്ടീസ് ബോർഡിൽ ടീം ലിസ്റ്റ് കണ്ടു. അതിൽ പക്ഷെ നിതിന്റെ പേരില്ല. കുറെ കാലമായി നിതിൻ ഫോമിലല്ലാന്ന് റോഹനും അറിയാലോ. അതൊന്നും അല്ല റിയൽ റീസൺ ഞങ്ങൾക്കറിയാം. ആ തെണ്ടി ഇൻക്ലൂഡ് ചെയ്യാനല്ലേ സാർ ഇവനെ ഡ്രോപ്പ് ചെയ്ത്? സ്റ്റേറ്റ് മീറ്റ് പോലുള്ള ഒരു മേജർ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എന്ത് മാച്ച് പ്രാക്ടീസ് ആ ചെക്കനുള്ളത്? ആദ്യമായൊരു ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങിയപ്പോ നിങ്ങൾക്കുണ്ടായിരുന്നോ ഈ പറഞ്ഞ മാച്ച് പ്രാക്ടീസ്? സാർ ഒന്നോർത്തോ, നിതിനില്ലാതെയാണ് ടീം ഇറങ്ങുന്നതെങ്കിൽ കളിക്കാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. റോഹൻ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാ ഞാൻ ടീം സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അല്ലായിരുന്നേ ഞാൻ ആദ്യം ഒഴിവാക്കേണ്ടത് നിന്നെയാ. ഞാനത് ചെയ്യാത്തത് ഒരു അവസരമായിട്ട് എടുക്കുക. ചെയ്തു പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം. അതിന് ഭാവമില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. ഇതെനിക്ക് വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ല, എന്റെ സെൽഫ് റെസ്പെക്ടിന്റെ പ്രശ്നമാണ്. ജയിച്ചേ പറ്റൂ എനിക്ക്. പപ്പാ,
നാളെ ഞാൻ ആദ്യമായിട്ട് കളിക്കാറങ്ങുക. പപ്പയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? പപ്പയെ പോലെ ഞാനും വലിയ കളിക്കാരനാവണമെന്ന് പപ്പ കൊണ്ട് പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ടോ അത്? എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ പപ്പ. വാ, നമുക്ക് പ്രാർത്ഥിക്കാം. വാ പപ്പ. Okay, come on, come on. Sam, come on, shoot, pass. Go. Come on, come on, come on, come on. Yes, yes. Hey. Come on, pass. Hey Neetu, where were you? നിന്നെ ഗ്രൗണ്ടിൽ കണ്ടേയില്ലല്ലോ. റിയലി യു മിസ്ഡ് ഇറ്റ്. എന്തായിരുന്നു സാമിന്റെ പെർഫോമൻസ്?
ഫസ്റ്റ് കളി തന്നെ സാം കലക്കി. ഞങ്ങളൊക്കെ ഇപ്പൊ സാമിന്റെ ഫാൻസായി. മതി ഒരു സാം, എനിക്ക് കേക്കണ്ട. ഓ ഇയാള് സാമിന്റെ ആളായിരുന്നല്ലേ, ഇപ്പൊ എന്ത് പറ്റി? പ്രേമം ചീറ്റി, അത് തന്നെ. അത് പറ. സാമിന് ഇപ്പൊ മരിയോടാ പ്രേമം. ഇതിപ്പോ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയി. നീ ഇത് പാത്തോ സോങ് പാടി നടക്കുക. സ്റ്റോപ്പ്. ദേ ഇനി ഇതെങ്ങാനും പാട്ടാക്കിയുണ്ടല്ലോ. ഇന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാടി? നമ്മുടെ ടീം ഫൈനലിലെത്തിയ ദിവസമല്ലേ? ഫൈനലിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ, ജയിച്ചിട്ട് പറ. ജയിക്കും, ഇത്തവണ ഉറപ്പാ. സാം ടീമിലുള്ളപ്പോ നമ്മൾ ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ക്വാർട്ടറിലും സെമിയിലും സാമിന്റെ കളി കണ്ടതല്ലേ നീ? ഹീസ് എ ബ്രില്യൻ പ്ലെയർ. അവൻ മാത്രം മതിയുടെ എനിക്ക്. അവനെ വെച്ചോണ്ട് തന്നെ ഞാൻ ഈ ഫൈനലിൽ ജയിക്കും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ആ ഫെലിക്സും സെന്റ് സേവിയേഴ്സും തന്നെയാവും ചിലപ്പോ ഓപ്പോസിറ്റ് വരിക. വരണം, അവര് തന്നെ വരണം. അവരെ തോൽപ്പിക്കുമ്പോഴാ ശരിക്കും ത്രില്ല് അല്ലേ നീതു? ഇവളെന്താ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ? എന്ത് പറ്റി നീതു? ഒന്നുമില്ല. ഫെലിക്സ് പറഞ്ഞ എത്ര ശരിയായി. ഇന്നലെ വന്ന അവൻ സ്റ്റാർ ഓഫ് ദ ടീം. വർഷങ്ങളായി കളിക്കണ നമ്മളൊക്കെ വെറും സ്പേഡുകള്. എല്ലാം കോച്ച് പ്ലാൻ ചെയ്തതാ നമ്മളൊന്നും അല്ലാതാക്കാൻ. അയാൾ നമ്മളോട് റിവെഞ്ച് തീർക്കുക. അത് സമ്മതിക്കരുത്. അവൻ നാളെ ഫൈനൽ കളിക്കാൻ പാടില്ല. കളിച്ച അവനാവും ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഹീറോ. ഇല്ല, അവൻ ഫൈനൽ കളിക്കില്ല. നമ്മൾ കളിപ്പിക്കില്ല. എങ്ങനെ? അതാ ആലോചിക്കണ്ടത്. അവൻ നാളെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടില്ല. സൂത്രത്തിൽ അവന്റെ കാല് തല്ലിയൊടിക്കാൻ എന്തെങ്കിലും പണി ഒപ്പിച്ചാലോ? ഏയ്, അത് ശരിയാവില്ല. ആ കോച്ച് നമ്മളെ തന്നെ സംശയിക്കും. പിന്നെ എടാ കോശി, നീയല്ലേ പറഞ്ഞത് അവള് ലവ് ട്രാജഡിയിൽ നടക്കാണെന്ന്? ആ, ഗേൾസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാ ന്യൂസ്. അവൾക്കിപ്പോ സാമിനോട് ഭയങ്കര ദേഷ്യ. എടാ, അവള് നമ്മുടെ ചൂണ്ടെ കൊത്തു. എന്താ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വർക്കൗട്ട് ആയ അവൻ പിന്നെ ഈ സ്കൂളിൽ കാണില്ല. പക്ഷേ അവള് നമ്മുടെ കൂടെ നിൽക്കണം. കാര്യം പറ. പറയാം. സാം, 1 മിനിറ്റ്. എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ എന്താ ഇത്? ഇത് what happened? What happened ചെയ്തു? ഈ സാം എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ഞാൻ വെറുതെ സംസാരിക്കാൻ വിളിച്ചതാ. കറണ്ട് പോയപ്പോ സാം എന്നെ What are you guys doing here? Go back. Who asked you to come here? I want you to go back. Go back. Go to seats. Go back. Go back, I say. Go.
Sir, what are you thinking? May I issue the dismissal order? യെസ്, ഡിസ്മിസ് ചെയ്യണം, അത് തന്നെയാ വേണ്ടത്. ബട്ട് വിജയ് പറഞ്ഞതുപോലെ എന്താ റിയലൈസ് Sir, he is mad of damn football. ആ കുട്ടി ഇയാളുടെ നീസാണെന്ന് പോലും ഇയാൾ കൺസിഡർ ചെയ്യുന്നില്ല. മാത്രല്ല സർ, ഇക്കാര്യം ഏതെങ്കിലും പെൺകുട്ടി കള്ളം പറയൂ? അതും മറ്റു സ്കൂളിലെ സ്റ്റുഡൻസിന്റെ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച്. ഇത് നമ്മുടെ സ്കൂളിന് തന്നെ ഇൻസൾട്ട് ആയി പോയി സർ. ഞാൻ അന്നേ പറഞ്ഞതാ നമ്മുടെ സ്കൂളിന്റെ ഡിഗ്നിറ്റിക്ക് അവൻ ചേരില്ല എന്ന്. അപ്പം മെറഡോണയാ പെലയാ എന്നൊക്കെയായിരുന്നില്ലേ ആർഗ്യുമെന്റ്? ഒരു സ്ട്രീറ്റ് ബോയ് സ്ട്രീറ്റിന്റെ കൾച്ചറെ കാണിക്കൂ. ശരിയാ, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാ. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഗാർഡിയൻ എന്നുള്ള നിലയ്ക്കും നിങ്ങളെക്കാൾ മുൻപ് ഈ നിലപാടെടുക്കേണ്ടയാൾ ഞാനാ. ബട്ട് പിന്നെ എന്താ ബട്ട്? സർ, പ്ലീസ് സർ, എനിക്ക് സാറിനോട് പേഴ്സണലായി സംസാരിക്കണം. ഓക്കെ, പ്ലീസ്. സർ, അവനെ കളിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. കളിയല്ല ഇമ്പോർട്ടന്റ്, അതെനിക്കറിയാം. എന്തോ എവിടെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നീതു കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാവപ്പെട്ടവനായി പോയതുകൊണ്ട് മാത്രം ഒരാൾക്ക് കൾച്ചർ ഇല്ലാതാവുന്നില്ല സർ. ബട്ട് വിജയ്, ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. സർ, ഡിസ്മിസ് ചെയ്തോളൂ, ഓർഡർ ഇട്ടോളൂ. പക്ഷെ ആ ഡിസ്മിസൽ ഓർഡർ കളി കഴിയുന്നവരെ ഗ്രൗണ്ടിൽ എത്തരുത് സർ. എന്റെ കയ്യിൽ കിട്ടരുത്, പ്ലീസ്. ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിനാണ് അവൻ ഡിസ്മിസ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ കളി നമുക്ക് അവന് നൽകാൻ പറ്റുന്ന ഒരേ ഒരു ജസ്റ്റിസാ. സാമെന്താ ജേഴ്സി ഇടാത്തെ? ഗോ ആൻഡ് ഗെറ്റ് റെഡി. കളി തുടങ്ങാൻ സമയമായി. സാറ് കരുതുണ്ടോ ഞാൻ ഇതിനോട് അങ്ങനെ ചെയ്യുമെന്ന്? വേണ്ട, ഒന്നും പറയണ്ട. കളി കളി മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. ചെന്ന് റെഡിയാവ്. സാർ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കമോൺ, ഗോ ഗോ. ഈ സ്കൂളിൽ എന്താ ഓരോരുത്തർക്കും ഓരോ നിയമോ? ഫെലിക്സിനൊക്കെ വലിയ കുറ്റം ഇവൻ ചെയ്ത്, എന്നിട്ടെന്താ ഇവനെ ഡിസ്മിസ് ചെയ്യാത്തെ? പറയേണ്ടത് ഞാനല്ല, പ്രിൻസിപ്പലാ. ചെന്ന് ചോദിക്കേ. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി സാറിന്റെ നീസല്ലേ? ആ കുട്ടിയുടെ കാര്യത്തിൽ നീയൊന്നും വിഷമിക്കണ്ട. ഇതിനൊരു തീരുമാനമാവാതെ അവനെ കളിപ്പിക്കാൻ സ്റ്റുഡൻസ് ആരും സമ്മതിക്കില്ല. ഏത് സ്റ്റുഡൻസ്? പറ, ഏത് സ്റ്റുഡൻസ്? അവന്റെ ഡിസ്മിസൽ ഓർഡർ എന്റെ കയ്യിൽ കിട്ടാത്തടത്തോളം അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റ് തന്നെയാണ്. നിങ്ങളെ പോലെ അവൻ കളിക്കും. ഏത് സ്റ്റുഡൻസ് എതിർത്താലും അവൻ ഇന്ന് കളിക്കും. അണ്ടർസ്റ്റാൻഡ്? നീ എങ്ങോട്ടേ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്താ? ഇവിടെ അങ്കിളിനും ആന്റിക്കും ഫുട്ബോൾ അല്ലേ വലുത്, സാം അല്ലേ വലുത്. എനിക്കെന്ത് പറ്റിയാലെന്താ? നീതു, എന്നാലും ഞാൻ ഇത്ര ഇൻസൾട്ടഡ് ആയിട്ടും അങ്കിൾ എന്നെ കൺസിഡർ ചെയ്തില്ലല്ലോ. ഫുട്ബോൾ കളിപ്പിക്കാൻ പോയിരിക്കല്ലേ? മതി, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. നീതു, ഇങ്ങോട്ട് വാ, പറയുന്നത് കേക്ക്. ദേ, എന്റെ പുറകെ വരണ്ട, ഞാൻ പൊക്കോളാം. നീതു, നിന്നേ. നീ എവിടെയായി പോന്നേ? ഞാൻ ചാകാനൊന്നും അല്ല പോണത്, അച്ഛമ്മയുടെ വീട്ടിലേക്കാ.
സ്റ്റേഷൻ. നീതു നിക്ക്. ആരോട് വാശി തീർക്കാൻ നീ പോകുന്നേ? ഇറങ്ങ. വണ്ടി വിട്. ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഈ പോക്കൊണ്ട് ഇനി ആരെയും തോപ്പിക്കേണ്ട നീതുന് പറ. പറഞ്ഞിട്ട് പോയാ മതി. എല്ലാരും കൂടെ എന്നെ ഫൂളാക്കിയിട്ട് പ്രസംഗിക്കാൻ വരുവാ? എന്ത് ഫൂളാക്കി? അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചതോ? എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചോ നീതു? ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരാ ഞങ്ങള്. അവൻ എന്നെ പ്രേമിക്കണമായിരുന്നെങ്കിൽ അത് പണ്ടേ ആവായിരുന്നു. എങ്കിൽ നേരത്തെ കുട്ടിയോടവും പറയെങ്കിലും ചെയ്തേനെ. ഇത് പക്ഷെ പറയാൻ പറ്റാണ്ടായി പോയി അവന്. ദൈവത്തെ പോലെ കരുതുന്ന സാറിന്റെ പെങ്ങളുടെ മോള്. ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങോട്ടത് കാണിച്ച നന്ദികേടാവൂലോ എന്ന് തോന്നിപ്പോയ പാവത്തിന്. അതുകൊണ്ട് കുറെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇഷ്ടം പുറത്ത് പറഞ്ഞില്ല അവൻ. കുട്ടിയോട് പറഞ്ഞില്ല. അതാ അവൻ ചെയ്ത തെറ്റ്. ഒരു നിമിഷത്തെ വാശിക്ക് പക്ഷെ കുട്ടി അവനോട് കാണിച്ചതെന്താ? എന്നിട്ടും അവന് കുട്ടിയോട് ദേഷ്യമില്ല. ഇപ്പോഴും ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടം. എല്ലാവരും കേൾക്കേ. അപ്പൊ അവന് പറയായിരുന്നല്ലോ നീ ഇത് കള്ളം പറഞ്ഞതാണെന്ന്. പറഞ്ഞു അവൻ. എന്നാലും നീതുവിന് എങ്ങനെ അത് തോന്നിയെന്നാ കരഞ്ഞോണ്ട് അവൻ എന്നോട് ചോദിച്ചത്. ആരില്ലെങ്കിലും അവന്റെ കളി കാണാൻ ഗാലറിയുടെ മുമ്പിൽ നീതു ഉണ്ടാവണമെന്ന് അവനെ ഒത്തിരി ആശിച്ചതാ. എന്നിട്ട് പോവാ. പൊയ്ക്കോ, ഇനി വേണമെങ്കിൽ പൊയ്ക്കോ. സാർ, ഇങ്ങനെ പോയാ കളി നമ്മൾ ജയിക്കില്ല. സാറ് കണ്ടതല്ലേ, അവരെനിക്ക് പന്ത് തരുന്നില്ല. സാർ എന്നെ മാറ്റിക്കോളൂ. ഞാൻ മാറിയാ അവർ നന്നായി കളിക്കും. മാറ്റേണ്ടത് ആരെയാണെന്ന് എനിക്കറിയാം. നീതു ഇറങ്ങ. വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. മാഡം പൊയ്ക്കോ, ഞാനുണ്ട് നീതുവിന്റെ കൂടെ. സബ്സ്റ്റിറ്റ്യൂഷൻ സർ. ടോം, അലി, ജിസ്റ്റോ, you are going to play. കോശി, വാങ്, രോഹൻ, നിങ്ങൾ ഇനി കളിക്കുന്നില്ല. സാർ ഞാൻ നിന്നെ ഇനി ടീമിന് ആവശ്യമില്ല. സാർ ഞാൻ ക്യാപ്റ്റനാണ്. ഇനി ഇത് അണിയേണ്ടത് നീയല്ല. സാറെന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത്? Shut up. Go and sit. Come on, all of you. Get inside. Hurry up. Hurry up. സാം, ഇത് ഈ ഗ്രൗണ്ടിലെ ലാസ്റ്റ് ഗെയിമാ. എന്റെയും നിന്റെയും. ഫൈറ്റ് ചെയ്യണം അവസാന നിമിഷം വരെ. തോൽക്കുകയാണെങ്കിൽ തന്നെ ഫൈറ്റ് ചെയ്ത് വേണം തോൽക്കാൻ. Come on, come on.
Sam, come on. Yeah. പപ്പാ ബോൾ താ പപ്പാ താ സ്വാമിയെ കലക്കി ഈ കുര്യാക്കോസ് രോമാഞ്ചം കൊണ്ട് ഇത് കരുതിക്കാനും വയ്യടാ. വിജയ് സാറേ, ഇതിന്റെ കെട്ട് മുഴുവൻ സാറിനാ. Hey, stop it! Stop it! No! Stop it! Rahul, stop! മതി. അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ല പണിഷ് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? റോഹൻ, ഇതിന്റെ പേരിൽ ഇനി തിരിച്ചങ്ങോട്ട് പകരം വീട്ടിൽ വേണ്ട. ഇത് നീ സ്വയം ചോദിച്ചു വാങ്ങിയതാണെന്ന് കരുതുക. ഇതുവരെ ചെയ്തൊക്കെ ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ്. ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിയുമെങ്കിൽ ഇനി സമയമുണ്ട്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഈ കുട്ടികളൊക്കെ നിങ്ങളോട് ക്ഷമിക്കും, സ്കൂളിൽ ക്ഷമിക്കും.
സാമേ എന്തൊക്കെ ട്രോഫി വാങ്ങണ പോലെ. റോഹൻ ചെല്ല്. സാം ഇല്ല സാർ, റോഹൻ തന്നെയാണ് ക്യാപ്റ്റൻ. ചെല്ല് റോഹൻ, ചെല്ല്. ഇനി ഞാൻ പോയിക്കോട്ടെ സാർ. സാം നോക്കൂ സാർ, പപ്പേനെ കാത്തു നിൽക്കുക. അല്ലെങ്കിലും ഇനിയോടെ നിൽക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ സാർ. കളി കഴിയുന്നവരെയല്ലേ എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ. പപ്പ, Sam, sorry. I'm sorry. I'm very sorry, Sam. I'm sorry, Uncle. Sam ഒന്നും ചെയ്തിട്ടില്ല. Sam പാവാ. ഒക്കെ എന്റെ തെറ്റാ. മനഃപൂർവ്വം ഞാൻ സാരമില്ല. അങ്കിളിന് ആദ്യമേ അറിയായിരുന്നു സാം അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. മോള് സാമിനെ മനസ്സിലാക്കാൻ വൈകിയെന്നേ ഉള്ളൂ. സാം, ഇവളോട് ക്ഷമിച്ചൂടെ നിനക്ക്? സർ, ഈ ട്രോഫി സാമിന് പ്രസന്റ് ചെയ്താട്ടെ. ഇത് സാമിന് തന്നെ അർഹതപ്പെട്ടതാ അല്ലേ സർ? യെസ്. ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിട്ട് വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. ഡിസ്മിസൽ ഓർഡർ. ഇനിയിപ്പോ ഇത് വേണ്ടല്ലോ മിസ്റ്റർ വിജയ്, അല്ലേ? സത്യത്തില് ഡിസ്മിസ് ചെയ്യേണ്ടത് ഇവളെയാ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. തന്റെ നീസ് ആയതുകൊണ്ടൊന്നും അല്ല. ഒരു വിജയം ആഘോഷിക്കുന്നതിനിടയിൽ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാം. അല്ലെങ്കിലും കുട്ടികളുടെ കൊച്ചു കൊച്ചു തെറ്റുകള് നമ്മൾ മുതിർന്നവർ തന്നെയല്ലേ ക്ഷമിക്കേണ്ടത്, അല്ലേടോ? അതെ, ഈ കെയർ ഓഫിൽ ഒരു പ്രേമം തുടങ്ങി കളയാന്ന് വിചാരിക്കണ്ട. അത് നമ്മുടെ സ്കൂൾ ക്ഷമിക്കില്ല. കാത്ത സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കിട്ട് പോയി അല്ലടി മറിയേ. അതങ്ങോട്ട് നോക്കി പാട്. എങ്ങോട്ട് നോക്കിയോ?